സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ പുതുക്കം വരുവാൻ, രൂപാന്തരം കാണുവാൻ, ഞങ്ങൾ കർത്താവെ എല്ലാത്തിനും കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് ചെയ്യിപ്പാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിത്യവരെയും പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അളവറ്റ ദൈവകൃപയാൽ നമ്മുടെ ആത്മതപനത്തിന്റെ 17ാമത്തെ രാത്രിയിലേക്ക് ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, കൃപയോടെ കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കരുതലും അനുഭവത്തിൽ അവർ അനുഭവിച്ചതിനെ പൗലോസ് പ്രതിപാദിക്കുന്നത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരെ അനുഗമിച്ച ആത്മീക പാറയിലല്ലോ അവർ കുടിച്ചത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം പാറപ്പിളർപ്പിലെ ജലം പകർന്നത് തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ താമസിച്ച എല്ലാ കൂടാരത്തിന്റെ സമീപത്തിലൂടെ ഒഴുകുവാനിടയായി പലയിടങ്ങളിലാണ് അവർ താമസിച്ചിരുന്നെങ്കിലും പാറപ്പിളർപ്പിലെ വെള്ളം, സ്തോത്രം, ഓരോ കൂടാരങ്ങളുടെ സമീപങ്ങളിലൂടെ അവർക്ക് കോരിയെടുക്കത്തക്കവണ്ണം ഒഴുകിയതിനെയാണ് ആത്മീയമായി പൗലോസ് പറയുന്നത്. ആ പാറ അവരെ അനുഗമിച്ച ക്രിസ്തു എന്ന പാറ, ആ പാറയിലാണ് അവർ കുടിപ്പാനിടയായത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ദൈവത്തിന്റെ വിടുതൽ ഒഴുകാൻ പോവുകയാണ്. 1-2 കൂടാരത്തിലല്ല. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാ കൂടാരങ്ങളിലും ഉല്ലാസത്തിന്റെ ദൈവത്തിന്റെ ഘോഷം ഉയരുവാനിടയായി നാളുകളായിട്ട് ശത്രു നിരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അടക്കിയെടുക്കുന്ന ചിലതിന് മേലെ കർത്താവിന്റെ നാമത്തിലുള്ള ദൈവത്തിന്റെ കോഴിയെ ഈ വന്നതൊരു വലിയ മഹാപർവ്വതം കണ്ടിട്ടായിരിക്കാം. ഈ ചെല്ലുമ്പോൾ കാണാൻ പോകുന്നത് പ്രതികൂലത്തിന്റെ പർവ്വതമല്ല, അതിനെ തമ്മിൽ സമഭൂമിയാക്കിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനാകണം. ഇബ്രായ ലേഖനം 10-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ. 10-ാം അധ്യായം 37, 38, 39 വാക്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. കർത്താവിനെ സ്തുതിച്ചാൽ ആ കരങ്ങളെ അടിച്ച് കർത്താവിനെ അല്പസമയം സ്തുതിച്ച് ആരാധ്യനായ നമ്മുടെ കർത്താവിന്റെ തേജസ്സുള്ള സാന്നിധ്യം നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത് രാത്രിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിച്ചു. ഇത്രത്തോളം നിന്നെ എത്തിക്കയില്ലെന്ന് പറഞ്ഞ് ശത്രു നാണം കെട്ട് തലവനിച്ചു. ഒരു സെഷന് പോലും നിന്നെ ഇവിടെ കൊണ്ടുവരികയില്ലെന്ന് പറഞ്ഞ ശത്രു ഉണ്ടായിരുന്നു. രോഗിയാക്കുമെന്നോ ക്ഷീണാവസ്ഥയിലാക്കുമെന്നോ പ്രശ്നങ്ങളുടെ ഊരാക്കുടുക്കിൽപ്പെടുത്തുമെന്നൊക്കെ ശത്രു തന്ത്രങ്ങൾ ഒരുക്കിയെങ്കിലും 17 ദിവസങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്, നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങൾ എത്ര വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. മഹാദൈവമായവൻ നമ്മെ നടത്തിക്കൊണ്ടുവരികയാണ്. ഈ 17ാമത് രാത്രിയിലും തിരുവചനത്തിന്റെ മഹത്തായിരിക്കുന്ന പൊരുളുകൾ വേണ്ടും പോലെ വിഭജിച്ച് വിളമ്പി വാഴ്ത്തിത്തരുവാൻ ദൈവസന്നിധിയിലേക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, ആവശ്യബോധത്തോടെ നമുക്കായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ യോഗ പരമ്പരകളിൽ നിങ്ങൾക്കൊപ്പമായിരിക്കാൻ അവസരമുണ്ടായതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ദൈവവചനത്തിന്റെ പൊരുളുകൾ കർത്താവ് എനിക്ക് നൽകിയത് നിങ്ങൾക്ക് പകർന്നു തരുവാൻ അവസരം ഈ രാജ്യത്ത് ഉണ്ടായതിനും ഇത്രയേറെ ദൈവമക്കൾ ആ വചന ചിന്തകൾ ആസ്വദിക്കുവാൻ ദൈവം ഒരുക്കിയതിലും ഞാൻ സന്തോഷിക്കുന്നു. മുമ്പ് ഞാൻ പ്രസ്താവിച്ച വാചകം ആവർത്തിക്കുകയാണ്. ശുശ്രൂഷാ ജീവിതത്തിന്റെ വലിയ ഭാഗ്യമായി, പദവിയായി, സന്തോഷമായി, അവിസ്മരണീയമായ ചില അനുഭവങ്ങളായി ഞാനിതിനെ പരിഗണിക്കുകയാണ്. കർത്താവ് സാധുവായി എനിക്ക് അങ്ങനെ നൽകിയ അവസരം കർത്താവിൻ്റെ നാമമഹത്വത്തിനായി മാറട്ടെ. എല്ലാ മഹത്വവും, മാനവും, പുകഴ്ചയും, സ്തോത്രവും കർത്താവിന് അർപ്പണം ചെയ്യുന്നു. ഈ യോഗ പരമ്പരകളിൽ വചന ശുശ്രൂഷയ്ക്ക് ഒരാളിനെ വേണം എന്ന ആഗ്രഹം ഉയർന്നപ്പോൾ അതിനുവേണ്ടി എൻ്റെ പേര് നിർദ്ദേശിച്ച, എന്നെ അതിനുവേണ്ടി നിയോഗിച്ച അനുഗ്രഹീതനും ശ്രേഷ്ഠനും ഞാൻ ആദരിക്കുന്ന എൻ്റെ ആത്മസ്നേഹിതനായ ബഹുമാന്യ പാസ്റ്റർ എം.എ. തോമസ് അവരോടുള്ള വന്ദനം ഒരാവർത്തി കൂടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ യോഗ പരമ്പരകൾ അദ്ദേഹം നന്നായി പ്രസൈഡ് ചെയ്യുന്നു. വളരെ ആർജവത്വത്തോടെ, പൂർണ്ണമായ ഉപവാസമാണെങ്കിൽ കൂടെ അതിൻ്റെ ക്ഷീണം ബാധിക്കാത്തവനായി നിന്നുകൊണ്ട് നമ്മെ വളരെ
വളരെ ശക്തമായി ആത്മീയതയിലേക്ക്, ആരാധനയിലേക്ക്, വളരെ ശക്തമായ ദൈവവചനത്തിൻ്റെ ചടുലമായ വാചകങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് നൽകിത്തരുന്ന ആത്മീയ ആരോഗ്യം വളരെയാണ്. അദ്ദേഹത്തോടൊപ്പം ഈ ദിനങ്ങളിൽ വേദിയിലായിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ PCKയുടെ അനുഭവ സമ്പത്ത് കൈമുതലായിട്ടുള്ള ഒരു പറ്റ കർത്തൃദാസന്മാർ ഇവിടെയുണ്ട്. അവരോടൊപ്പം ആയിരിക്കാൻ കർത്താവ് അവസരം നൽകിയതിൽ വളരെ സന്തോഷിക്കുന്നു. എല്ലാ ദൈവമക്കളെയും ഹൃദയംഗമായി ഞാൻ വന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമുകൾ വിദൂരതയിൽ വീക്ഷിക്കുന്ന നിരവധി ആളുകളുണ്ട് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ. അവരെല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട 3 വേദഭാഗങ്ങളെയാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവ് നൽകി തന്നത്. ക്രിസ്തുയേശുവിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട ചിന്തകളുടെ ഒരു വിശകലനമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീക ദൂതുകളും ആലോചനകളും ഒക്കെ കർത്താവ് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നാം വിട്ടുകളയേണ്ടതും അപ്പോൾ തന്നെ ചേർത്തുകൊള്ളേണ്ടതുമായ ഒട്ടനവധി കാര്യങ്ങളെ കർത്താവ് നമുക്ക് വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഉഴപ്പില്ലാത്ത വിധം, ഇനി ഒരു ഉദാസീനതയില്ലാത്ത വിധം ആത്മാവിൽ എരിവോടുകൂടെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം. അത് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മീയതയ്ക്ക് മുൻതൂക്കം കൊടുക്കാൻ കഴിയണം. ക്രിസ്തു കേന്ദ്രീകൃതമാകണം നമ്മുടെ ജീവിതം, ആത്മനിയോഗിതമാകണം നമ്മുടെ ജീവിതം. മാത്രമല്ല ദൈവപ്രസാദ യോഗ്യമാകണം നമ്മുടെ ആത്മീയത. പ്രൈസ് ദി ലോർഡ്. ദൈവവചന അധിഷ്ഠിതമാകണം നമ്മുടെ ആത്മീയമായിരിക്കുന്ന ചലനങ്ങൾ. അതിനൊക്കെ കർത്താവ് കൃപ തരട്ടെ. അതിനൊക്കെ ഉപയുക്തമായ ആത്മീയ ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രസംഗം കേട്ടെന്ന് വല്ലതും ഉണ്ടോ? കണക്കറിയാമോ? എത്രാമത്തെ ഏർപ്പെടുത്തിയെന്ന് വല്ലതും അറിയാമോ? പ്രൈസ് ദി ലോർഡ്. കൂടി വന്ന യോഗങ്ങളിൽ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാ യോഗങ്ങളിലും ഞാൻ പ്രസംഗിക്കുന്നുണ്ട് ചെറുതോ വലുതോ ആയ സന്ദേശങ്ങൾ. ആ സന്ദേശങ്ങളെല്ലാം നമ്മുടെ എല്ലാവരുടെയും ആത്മീക ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ വഴിവിളക്കാകുവാൻ ഊന്നി നടക്കുന്ന ഒരു ഊന്നുവടി പോലെ, അല്പം ആശ്വസിക്കുവാൻ ഒരു മരത്തണൽ തേടുന്ന പോലെ, ഇലച്ചാർത്തുള്ള വൃക്ഷത്തണല് പോലെ ഈ വചനചിന്തകൾ ഉപകാരമായി മാറണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവ് കൃപ ചെയ്യട്ടെ. ഏതു പ്രായക്കാരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുവാൻ പര്യാപ്തമായ ഈടുറ്റ കാമ്പുള്ള കഴമ്പുള്ള വചനചിന്തകൾ ദൈവാത്മാവ് നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ യഥോചിതം ഭംഗിയായി നിരുപാധികം ഏറ്റെടുത്ത് ആത്മീയ തിളക്കത്തോടെയാകാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. എബ്രായ ലേഖനത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മുമ്പ് ചിന്തിക്കുകയുണ്ടായി. 13 അധ്യായങ്ങളിലും ക്രിസ്തുവിൻ്റെ വിശേഷത, ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, ക്രിസ്തുവിൻ്റെ മഹത്വം, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ് വിവരിക്കപ്പെടുന്നത്. ഗ്രന്ഥകാരൻ അജ്ഞാതനായി നിന്നുകൊണ്ട് കാര്യങ്ങളെ നമുക്ക് തെரியപ്പെടുത്തുകയാണ്. എല്ലാ ലേഖനങ്ങളിലും അതിൻ്റെ ആരംഭത്തിൽ തന്നെ എഴുത്തുകാരനെ വ്യക്തമാക്കുന്നുണ്ട്. അതൊരു സാധാരണ ശൈലിയാണ്. ആരെഴുതി, ആർക്കു വേണ്ടി എഴുതി, എന്തിനെഴുതി എന്നിത്യാദി വസ്തുതകൾ വളരെ വ്യക്തമായ നിലയിൽ പറഞ്ഞുകൊണ്ടാണ് സകല ലേഖനങ്ങളും നിലകൊള്ളുന്നത്. എന്നാൽ ഇതാരെഴുതി എന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എബ്രായ വിശ്വാസികൾക്ക് വേണ്ടിയാണ് എന്നതിന് തെളിവുണ്ട്. ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന വസ്തുതകൾ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്താനാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആരുടെ രചനയാണിത് എന്ന കാര്യത്തിൽ ഇന്നും ആത്മീക ലോകത്തിൽ വല്ലാത്ത വിവാദങ്ങൾ നിലവിലുണ്ട്. ബഹുഭൂരിപക്ഷം ദൈവദാസീദാസന്മാരും വേണ്ടി വന്നാൽ ബഹുഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും അപ്പോസ്തലനായ പൗലോസിൻ്റെതാണ് ഈ ലേഖനം എന്ന് കൃത്യതയോടുകൂടെ പ്രസ്താവിക്കുകയും ആ ആശയത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ എളിയ അന്വേഷണത്തിലും പഠനത്തിലും അത് അത്ര പൂർണ്ണമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും ഇതുവരെയുള്ള വേദവചന ധ്യാനത്തിൽ എനിക്ക് ബോധ്യമാക്കാൻ കഴിയുന്ന ഒരു ചിന്ത ഇത് പൗലോസിൻ്റെ തന്നെ ലേഖനമാണെന്നാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിടുകയാണ്. ഓപ്ഷനാണ്. സ്വീകരിക്കാതിരിക്കുക. പക്ഷേ എൻ്റെ ന്യായത്തിന് ഞാനൊരു തെളിവ് തരികയാണ്. ഗലാത്യ ലേഖനം മൊത്തത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായം മുതൽ അവസാന അധ്യായം വരെ പഠിക്കുമ്പോൾ അതിൻ്റെ ഭാഷ, അതിൻ്റെ പ്രതിപാദന രീതി, വിഷയത്തിൻ്റെ അവതരണം ഒക്കെ ഈ എബ്രായ ലേഖനവുമായി ഏറെ താദാത്മ്യപ്പെട്ടു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ എഴുതപ്പെട്ടത് പൗലോസാണ് എങ്കിൽ തീർച്ചയായും എബ്രായ ലേഖനം പൗലോസിൻ്റേത് തന്നെയാണ്. കാരണം 2 നിയമങ്ങളുടെ താരതമ്യ പഠനമാണ്. ശ്രദ്ധിക്കണം, ഇനി ഞാൻ പറയുന്ന പൊതുവായ ചില അറിവിൻ്റെ ആലോചനകൾ. ഈ 2 നിയമങ്ങൾ, ഒന്ന് സിനായി നിയമം, 2 കൃപയുടെ നിയമം. ഒന്ന് സിനായി മലയിൽ നിന്ന് ലഭിക്കപ്പെട്ടത്, 2 കാൽവരി മലയിൽ നിന്ന് ലഭിക്കപ്പെട്ടത്. ഒന്ന് മോശ മുഖാന്തരം നമുക്ക് കൈവന്നത്, 2 യേശു മുഖാന്തരം കൈവന്ന നിയമം.
അപ്പോൾ ഈ രണ്ട് നിയമങ്ങളെ പൗലോസ് താരതമ്യം ചെയ്തിട്ട് സീനായി നിയമം അഥവാ മോശയുടെ നിയമം അഥവാ ന്യായപ്രമാണം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്, ഉത്തമമാണ്, ഉദാത്തമാണ്, ഉത്കൃഷ്ടമാണ്, ഉന്നതമാണ്, ദൈവദത്തമാണ് പുതിയ നിയമം അഥവാ ഈ കൃപയുടെ നിയമം എന്ന് സമർത്ഥിച്ചിരിക്കുന്നതാണ് ഗലാത്യ ലേഖനവും എബ്രായ ലേഖനവും. അതിൻ്റെ രചയിതാവ് പൗലോസ് തന്നെയാണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഴയ കഴുകലുകളുടെയോ വാഴ്ത്തലുകളുടെയോ തിരുനാളുകളുടെയോ പെരുന്നാളുകളുടെയോ ഒക്കെ നിയമമായിരുന്നു സീനായി നിയമം. ഏത് പാപം ചെയ്താലും കർമ്മം പരിപാടികളിലൂടെ, കർമ്മകാണ്ഡങ്ങളിലൂടെ, പ്രവൃത്തിയിലൂടെ അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാനുള്ള ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് എഴുതിയുണ്ടാക്കപ്പെട്ട ന്യായപ്രമാണം ബലഹീനമാണ് എന്നും അതുകൊണ്ട് ഒരു ഘടവും നീതീകരിക്കപ്പെടുന്നില്ല എന്നുമുള്ള വസ്തുത വെട്ടിത്തുറന്ന് പറയുവാൻ അക്കാലഘട്ടത്തിൽ ചങ്കൂറ്റം പൗലോസിനോളം വേറെ ആർക്കുമില്ല. അത് തന്നെയല്ല, ന്യായപ്രമാണത്തിന്റെ അടിത്തട്ട് വരെ പോയിട്ട് ആഴങ്ങളെ, ആലോചനകളുടെ ആഴങ്ങളെ നന്നായി കണ്ടറിഞ്ഞ ഒരാളുകൂടെയാണ് അപ്പോസ്തലനായ പൗലോസ്. ഗമാലിയേൽ എന്ന് പറയുന്ന അതിശ്രേഷ്ഠനായ ന്യായപ്രമാണ പണ്ഡിതന്റെ കാൽക്കലിരുന്ന് വളരെ ശ്രദ്ധയോടെ പഠിച്ചെടുത്ത ന്യായപ്രമാണത്തിന്റെ പാഠങ്ങൾ ഒടുവിൽ ക്രിസ്തുവിന്റെ പാദത്തെങ്കിലേക്ക് താൻ വന്നപ്പോ ന്യായപ്രമാണത്തിന്റെ പാഠങ്ങളെയും ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്തപ്പോ ന്യായപ്രമാണമാണ് ഉത്തമം എന്ന് തനിക്ക് തന്നെ ബോധ്യമായി. ആ ആത്മാവിന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് എഴുതിയ അതിവിശിഷ്ടമായ ലേഖനമാണ് ഏത്? എബ്രായ ലേഖനം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഡൈറ്റ്സ് ബൈബിൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഗലാത്യ ലേഖനത്തിന്റെ ബാക്കി പത്രമായി പൗലോസ് എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം എന്ന് ഡൈറ്റ്സ് എന്ന ദൈവദാസൻ അവകാശപ്പെടുന്നുണ്ട്. ഗലാത്യ ലേഖനം 6 അധ്യായം കൊണ്ട് അവസാനിപ്പിച്ചു തൽക്കാലം. എന്നിട്ട് അതിന്റെ ബാക്കിയായി 13 അധ്യായങ്ങൾ എബ്രായ ലേഖനത്തിൽ നമുക്ക് തന്നിരിക്കുന്നു എന്ന് ഡൈറ്റ്സ് അവകാശപ്പെടുകയാണ്. എബ്രായ ലേഖനത്തിന്റെ സവിശേഷത എന്താണ് എന്ന് വെളിപ്പെടുത്തേണ്ടതിന് 1, 2, 3 വാക്യം ഞാൻ പ്രാരംഭത്തിൽ തരാം. അതിനുശേഷം ഈ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം, അതിന്റെ ചിന്തകളെ പഠിക്കാം. 1-ാം അധ്യായം അതിന് 4-ാമത് വാക്യം ആദ്യം വായിക്കേണ്ടതുണ്ട്. 1-ന്റെ 4-ാമത് വാക്യം. എബ്രായ ലേഖനം 1:4. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് വിശിഷ്ടനാമം. ആ പ്രയോഗം ശ്രദ്ധിക്കണം, വിശിഷ്ടനാമം. ഇനിയും നാം വായിക്കുന്ന വാക്യങ്ങളിൽ വിശേഷത എന്ന പ്രയോഗമുണ്ട്. അതിനെയാണ് വൈശിഷ്ട്യം എന്ന് പറയുക, അതിനെയാണ് ശ്രേഷ്ഠത എന്ന് പറയുക. യേശുവിന്റെ വൈശിഷ്ട്യം, യേശുവിന്റെ വിശേഷത, യേശുവിന്റെ ശ്രേഷ്ഠത. ഒന്ന്, നാമത്തിൽ അവൻ ശ്രേഷ്ഠനാണ്. കണ്ടോ, 1-ന്റെ 4-ാമത് വാക്യത്തിൽ കുറിച്ചുകൊള്ളണം ആ കാര്യം. യേശു തന്റെ നാമം കൊണ്ട് ശ്രേഷ്ഠനാണ്. യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത എന്താ? ആ നാമം പറയുന്ന ഏത് വ്യക്തിയും രക്ഷയിലേക്ക് വരികയാണ്. ആ നാമം ഉച്ചരിക്കുന്ന ഏത് വ്യക്തിക്കും ആത്മബലം സ്വായത്തമാകുകയാണ്. സകല മുഴങ്കാലും ആ നാമത്തിന്റെ മുമ്പിൽ മടങ്ങുവാനിടയാകും. സകല നാവും ആ നാമത്തെ ഏറ്റുപാടാനിടയാകും. ലോകത്തിൽ പത്രത്താളുകളിലൂടെ ഉയർത്തപ്പെടുന്ന വിവിധ തരം നാമങ്ങളുണ്ട്. കുറെ കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ആ നാമത്തിന്റെ പ്രത്യേകതയും പ്രകാശവും. കുറെ കഴിയുമ്പോൾ ആ നാമം പിന്നെ കേൾക്കാനില്ല. കണ്ടില്ലേ? അങ്ങനെ ഓരോരോ നാമങ്ങൾ വന്ന് പോകുമ്പോൾ, പ്രകാശിച്ച് അണഞ്ഞു പോകുമ്പോൾ, ദ്വിതിയോടെ നിന്നിട്ട് പിന്നെ കിട്ടുപോകുമ്പോ ഒരു നാമം നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം ഒത്തിരിയായി. ഇന്നും അതിന്റെ പ്രകാശം കെട്ടണഞ്ഞിട്ടില്ല. അതാണ് യേശുവിന്റെ നാമം. ഓ, എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടത്? ആ നാമത്തിന്റെ സവിശേഷത ഒന്ന് വിവരിച്ചോട്ടെ. ആ നാമത്തിന്റെ പ്രത്യേകത ആത്മീയ ജീവിതത്തിന്റെ വഴിത്താരയിൽ നമുക്ക് ഉപകാരമായി തീരുന്ന വിശേഷമായ ചിന്തയുണ്ട് ആ നാമത്തിൽ. ഒരിക്കൽ മുൾപ്പടർപ്പിൽ ഈ കർത്താവിനെ അനുഭവിച്ച, ദർശിച്ച മോശ ഒരു ചോദ്യം ചോദിച്ചു. വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേര് എന്താ? സാധാരണ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ തമ്മിൽ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അതാകാം, എന്തോന്നാ പേര്, എന്താ സഹോദരി പേര് എന്ന് ചോദിക്കുന്ന ഒരു സാധാരണ പരിപാടി. എന്നതുപോലെ മോശ ചോദിക്കുന്നു, എന്താ നിന്റെ പേര്? മിസ്രൈമിലേക്ക് പോകില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പുറകോട്ട് മാറുമ്പോൾ, അല്ല നീ പോയേ പറ്റൂ എന്ന് പറഞ്ഞ ആ ശബ്ദം അവനോട് പ്രതിപദിക്കുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നിട്ട് അവൻ ചോദിക്കുന്നു, എന്നെ ഇങ്ങനെ മിസ്രൈമിലേക്ക് വിടുവാൻ നിർബന്ധം കാണിക്കുന്ന നീ ആരാ? നിന്റെ പേരെന്താ? ചോദ്യം കേട്ടിട്ട് പ്രതിവചനം കൊള്ളാം. നീ എന്റെ പേര് ചോദിക്കുന്നു, എന്നാ കേട്ടോ, എന്റെ പേര് I am that I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. അങ്ങനെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്നും അല്ലല്ലോ കർത്താവ് പറഞ്ഞത്, ആണോ? അല്ല. പുരാതനനായ ദൈവം, പുരാതനമായൊരു ഭാഷ, അതാണ് എബ്രായ ഭാഷ. ദൈവം മനുഷ്യനോട് സംസാരിച്ചതും മനുഷ്യൻ ദൈവത്തോട് ആദ്യം സംസാരിച്ചതുമായ ഭാഷ എബ്രായ ഭാഷയാണെന്ന് പറയുന്നു. ആലെഫ് ബത്ത് ഗീമൽ ദാലത്ത് ഹേ വൗ സൈൻ ഹേത്ത് തോത്ത് യോദ് എന്ന് തുടങ്ങുന്ന
അക്ഷരമാല കൊണ്ട് അലങ്കൃതമായ ദൈവിക ഭാഷ. കേട്ടിട്ടുണ്ടോ നിങ്ങളൊരു പ്രയോഗം? ലാശൂൻ ഹഖദേസ് എന്നൊരു പ്രയോഗമുണ്ട്, കുറിച്ചോണം അത്. ലാശൂൻ ഹഖദേസ് എന്ന് പറഞ്ഞാൽ അർത്ഥം വിശുദ്ധ ഭാഷ എന്നാണ് എൻ്റെ അർത്ഥം. എബ്രായ ഭാഷയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ നാമമാണത്, ലാശൂൻ ഹഖദേസ് എന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഭാഷ. ലോകത്തിൽ 1000 ഭാഷകളുണ്ട്, ആയിരക്കണക്കിന് ഭാഷ, അതാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ഓക്കെ, ആ ഭാഷകൾക്കൊന്നുമില്ലാത്ത ഒരു വിശേഷണ നാമമാണ് എബ്രായ ഭാഷയ്ക്കുള്ളത്. എന്താണ് കുഞ്ഞുങ്ങൾ? കമോൺ, എന്താ പറഞ്ഞേ? ലാശൂൻ ഹഖദേസ് എന്നതാണ്. ലാശൂൻ ഹഖദേസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഭാഷ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം എബ്രായ ഭാഷയിൽ വിശുദ്ധ ഭാഷ എന്ന് പറയുന്നു ദൈവം സംസാരിച്ച ഭാഷ. അബ്രഹാമും ദൈവം സംസാരിച്ചത് ആ പുരാതന എബ്രായ ഭാഷയിലാണ്. മോശയും ദൈവം സംസാരിച്ചത് ആ ഭാഷയിലാണ്. ആദിമ ജനത ഉപയോഗിച്ചത് ഈ ഭാഷയിലാണ്. അപ്പം ഇംഗ്ലീഷിൽ ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നത് 100 ആവർത്തി പറഞ്ഞാലും നമ്മൾ വലിയ സ്തോത്രമൊന്നും പറയില്ല. പക്ഷെ എബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥവിന്യാസം കാണുമ്പോൾ അറിയാതെ സ്തോത്രം പറഞ്ഞു പോകും. അതാണ് അതിൻ്റെ അർത്ഥം. പോകത്തില്ലെന്ന് പറഞ്ഞ മോശ വാശി പിടിക്കുമ്പോൾ പോകാൻ അവൻ തയ്യാറാകുന്നു. മോശ പിന്നെ ഓടിപ്പോകുമായിരുന്നു മിസ്രൈമിലേക്ക്. മനസ്സിലായോ? അതിന്റെ കാരണം അവനെ അയക്കുന്നവന്റെ പേരിന്റെ സവിശേഷതയാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്താണ് എബ്രായ ഭാഷയിൽ പറഞ്ഞത്? അഷേർ, എന്ന 3 പദങ്ങളാണ്, ഒറ്റവാചകം. അതിനെയാണ് ആം ദാറ്റ് ഐ ആം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ആ ആം ദാറ്റ് ഐ ആമിനെയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത്. യഥാർത്ഥ പ്രയോഗം ഇതാ, അഷേർ എന്ന പ്രയോഗമാണ്. എന്നത് 2 പ്രാവശ്യം ആവർത്തിക്കുന്നു. എന്നൊക്കെ സ്പെല്ലിംഗ് അറിയാവോ? മലയാള സ്പെല്ലിംഗ് അറിയാവോ എന്ന് എന്റെ ചോദ്യം. അറിയാവുന്ന പോലെ എഴുതി വെക്കണം. അഷേർ, പിന്നെ 2 പ്രാവശ്യം ആവർത്തിക്കുന്നു. ഇടയ്ക്ക് ഒരു അഷേർ, അപ്പം മൊത്തമാകും അഷേർ എന്ന പ്രയോഗമാണ് ഐ ആം എന്നുള്ളത്. ഇനി ശ്രദ്ധിക്കണം, വിവരണം തരാം. എന്നതിന്റെ അദ്യാക്ഷരവും അഷേർ എന്നതിന്റെ അദ്യാക്ഷരവും വീണ്ടും എന്നതിന്റെ അദ്യാക്ഷരവും, ഈ 3 പദങ്ങളുടെ ആദ്യാക്ഷരങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് എബ്രായ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്. അതാണ് യാഹ്വേ എന്ന പ്രയോഗം. മനസ്സിലാകുന്നുണ്ടോ? യാഹ്വേ. അതിനെ മലയാളത്തിലേക്ക് മാറ്റിയപ്പോഴാണ് യാഹ് എന്ന് പറയുന്നത്. പക്ഷെ യാഹ് വലിയ പ്രചാരത്തിൽ വന്നില്ല. യാഹ്വേ എബ്രായർ ഉപയോഗിക്കുന്നത്. എന്നാൽ പൊതുവെ ഇതിന്റെ രൂപപരിണാമമാണ് യഹോവ. അപ്പൊ യഹോവ എന്ന പദം ഉണ്ടായത് മനസ്സിലായോ? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന പദത്തിന്റെ ആ വാചകത്തിന്റെ ആദ്യാക്ഷരങ്ങളെ ഒരുമിച്ച് ചേർത്തപ്പോൾ ഉണ്ടായ പ്രയോഗമാണ് അത് യഹോവ എന്ന് പറയുന്നത്. യഹോവ എന്ന് 4 പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ കേട്ടോണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ യഹോവ എന്ന വാക്കിന്റെ അർത്ഥം പഠിക്കണം. എന്താ യഹോവ എന്ന വാക്കിന്റെ അർത്ഥം? ശ്രദ്ധിച്ചു കേട്ടോണം. യാഹ്വേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നലെ ആയിരുന്നവൻ. ഉണ്ടോ? ഇന്നലെ ആയിരുന്നവൻ. ഓക്കെ, ഇന്ന് ആയിരിക്കുന്നവൻ. 3ാമത്തെ അർത്ഥം നാളെ ആകുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്നുള്ളവൻ, ഞാനാകുന്നു എന്നവൻ നിന്നെ അയക്കുന്നു എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം ഇന്നലെ ഞാൻ ആയിരുന്നു നിന്റെ കൂടെ, ഇന്ന് ഞാനാണ് നിന്റെ കൂടെ, നാളെയും ഞാൻ തന്നെ ആയിരിക്കും നിന്റെ കൂടെ. ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാതെ കൂടെ നിൽക്കാൻ കഴിയുന്നവന്റെ പേരാണ് യഹോവ. അതാണ് അവന്റെ വിശിഷ്ട നാമം. എത്ര പേർക്ക് ബോധ്യമായിട്ടുണ്ട്? എത്ര പേർക്ക് ബോധ്യമായി? ഈ കുവൈറ്റിൽ എത്തുന്നതിന് മുൻപ് ചില നാളുകൾ ഉണ്ടായിരുന്നല്ലോ, അന്നും ഒരുവൻ കൂടെ ഉണ്ടായിരുന്നു. കടൽ താണ്ടി ഇവിടെ എത്തിയ ഇന്നലകളിൽ അവൻ കൂടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ 17ാമത്തെ ദിവസം ഒരുവൻ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വരാനിടയായത്. ഇത് രണ്ടും ശരിയാണെന്ന് അംഗീകരിക്കുന്നെങ്കിൽ നാളെയെ കുറിച്ച് പേടിക്കണ്ട. അവൻ നാളെയും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നാളത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ അവൻ കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കാശിന്റെ കനം കൊണ്ടല്ല നമ്മൾ കടന്നു കയറി വന്നത്, ദിനാറിന്റെ ബലം കൊണ്ടല്ല നമ്മൾ കയറി വന്നത്, ബന്ധുബലം കൊണ്ടോ സ്വാധീനത കൊണ്ടോ അല്ല നമ്മൾ കയറി വന്നത്, നാട്ടിൽ റബ്ബർ ഒത്തിരി ഉള്ളത് കൊണ്ടല്ല നാം നിലനിൽക്കുന്നത്. പിന്നെന്താ? ഇന്നലെ ഒരുവൻ കൂടെ ഉണ്ടായിരുന്നു. നിന്നെ ചുരുട്ടിക്കളയുമെന്നും പറിച്ചരച്ച് കളയുമെന്നും ഇല്ലാതെയാക്കുമെന്നൊക്കെ വാദമുന്നയിച്ചവന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാതെ ഒരുവൻ നമ്മോട് കൂടെയിരുന്നു. ഇന്നലകളിൽ നമ്മോട് കൂടെ ഇരുന്നവനെ വിശ്വസിക്കുമെങ്കിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്നും അവൻ നമ്മോട്
കൂടെയുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, വിശ്വസിക്കണം. ഇന്നുണ്ട്, വിശ്വസിക്കണം. ഇത് രണ്ട് വിശ്വാസം ദൃഢമായി വന്നാൽ നാളെ നമ്മൾ പേടിക്കുകയുള്ളൂ. തൻ്റെ അടുത്തോട് ദാവീദ് പറഞ്ഞു, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അതൊരു കാലത്തേക്ക് മാത്രമല്ല. അതിൻ്റെ ഭർത്താവ് എത്ര കാലം ഉണ്ടാവും കൂടെ? എത്ര കാലം ഉണ്ടാവും വെച്ചാൽ ഭാര്യ കൂടെ? മക്കൾ എത്ര കാലം ഉണ്ടാവും കൂടെ? മാതാപിതാക്കൾ എത്ര കാലം ഉണ്ടാവും കൂടെ? പകൽ ഞങ്ങൾ കുറേയേറെ പൊതുകാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ബലം ക്ഷയിക്കുന്ന നാളിൽ ചിലപ്പോൾ ബലമുള്ള മക്കൾ ഉപേക്ഷിച്ചവരാണ്. പക്ഷെ നാളെയും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ പറയുന്നു, ബലം ക്ഷയിക്കുന്ന നാളിലും ഞാൻ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് അവന്റെ പ്രത്യേകത. അപ്പൊ ഈ ചിന്തകളെല്ലാം കൂടെ ഒരുമിച്ച് മോശയുടെ അകത്തളത്തിലേക്ക് വന്നപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ഓ യഹോവ പാണ്ഡിത്യമുള്ളവനാ മോശ. ഉണ്ടോ? മിസ്രൈമിലെ യൂണിവേഴ്സിറ്റിയിലെ ഉന്നത പഠനങ്ങൾ സമ്പാദിച്ചവനാ, രാജകുമാരനായിട്ട് വളർന്നതല്ലേ, ഗംഭീരമായ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവനാ. അതുകൊണ്ട് തന്നെ ഈ ഭാഷ കൈവശമാണവന്. ഈ എന്ന പ്രയോഗത്തിനകത്ത് നീണ്ടു പരന്ന് കിടക്കുന്ന ആ വാചകത്തിനകത്ത് അങ്ങനെ അങ്ങോട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന യാഹുവെ അർത്ഥതലത്തിൽ പുറത്തെടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 3 മാസമേ അപ്പനും അമ്മയ്ക്കും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർക്ക് കളയേണ്ടി വന്നു. അവരതിന് നിർബന്ധിതമായി. അവർക്ക് ചെലവായി വന്നതൊരു ഞാങ്ങണ പെട്ടകം ഉണ്ടാക്കാനും അകോമ്പുറവും കീഴിലേക്കാനുമുള്ള കാശേ വഴിയിട്ടുള്ളൂ. അതിനകത്ത് പിന്നെ തുണി മെത്തപ്പനവും ഉണ്ടാക്കി കുഞ്ഞിനെ അതിനകത്തിട്ട് ഉപേക്ഷിക്കുകയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? 3 മാസം കഴിഞ്ഞ് ഹിപ്പോപ്പൊട്ടാമസും മറ്റു തര വന്യമൃഗങ്ങൾ, ജലജന്തുക്കളുള്ള നൈൽ നദിയിലേക്ക്, അല്പമൊഴുകിയാൽ കുതിച്ച് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമുള്ള നൈൽ നദിയിലേക്ക് ഈ കുഞ്ഞിനെ എടുത്തങ്ങോട്ട് വിടുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, മിരിയാം കരയ്ക്ക് നിന്നത് കൊണ്ടല്ല, ആ പെട്ടകത്തോടൊപ്പം ഒരുവൻ ഉണ്ടായിരുന്നു എന്നറിയുക. അല്ലെങ്കിൽ അത് മരണത്തിന്റെ വായിലേക്ക് ചെന്ന് പതിക്കുമായിരുന്നു. ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത വിധം അത് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. മോശയ്ക്ക് മനസ്സിലായി, മാതാപിതാക്കളുടെ നടുക്കല്ല, ഈ അവർ ഫറവോന്റെ പുത്രിയുടെ പ്രത്യേകതയുമല്ല, പകരം എന്റെ കൂടെ ഒരുവൻ ഇന്നലെ ഉണ്ടാകുന്നു. മിസ്രൈമിലെ 40 കൊല്ലം ഞാൻ അവിടെ ചരിക്കുമ്പോ എന്നോട് കൂടെ ആ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നെ കൊണ്ട് ഈ മഹാദൗത്യം നിവർത്തിക്കേണ്ടതിന് എന്നോട് കൂടെ ഒരുവൻ ഉണ്ടായിരുന്നു. തീർച്ചയായും അത് സത്യമാണെങ്കിൽ ഈ 40 കൊല്ലം മരുഭൂമിയിലൂടെ ഞാൻ ആടിന്റെ പച്ചപ്പുല്ലിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഹോയ് ഹോയ് പറഞ്ഞ് ഈ നീളമുള്ള വടിയും കോലുമായി നടക്കുമ്പോഴും ഈ മരുഭൂമിയുടെ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും എന്നെ വ്യക്തിപരമായി ബാധിക്കാതെ എനിക്ക് കാവൽ കാത്തത് എന്റെ കയ്യിലെ വടിയല്ല, എന്റെ ഈ 40 കൊല്ലത്തെ മരുഭൂമിയിലെ പ്രത്യേകതയൊന്നുമല്ല, പരിചയസമ്പന്നതയല്ല. എന്നെ ഈ ദൗത്യത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന ഒരുവന്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട്. ഇത് രണ്ടും ശരിയാണെങ്കിൽ ആദ്യത്തെ 40 കൊല്ലവും ഇപ്പോഴത്തെ 40 കൊല്ലവും എന്നോടുകൂടെ ഒരുവൻ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോഴും അവൻ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ മിസ്രൈമിലേക്ക് ഞാൻ ചെന്നാൽ എന്നെ കാവൽ കാക്കാൻ അവൻ മാത്രം മതിയാകും. ഞാൻ പോകാമെന്ന് പറഞ്ഞ് പോകില്ല എന്ന് പറഞ്ഞതിന് ക്ഷമാപണം നടത്തി പോകുന്നു മോശ മിസ്രൈമിലേക്ക്. കർത്താവിന്റെ വിളിയുടെ ആഹ്വാനം അകത്തളത്തിൽ പലപ്പോഴും വന്നലച്ചിട്ടും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പുറകോട്ട് മാറുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം ചിന്തിക്കണം. ജീവിതത്തിന്റെ വഴിത്താരയിൽ എന്താകുമെന്ന് ഓർത്ത് പേടിച്ചിട്ടാണ് പോകാതിരിക്കുന്നതെങ്കിൽ ഒരു യാഹുവയാണ് നിനക്ക് ആഹ്വാനം തരുന്നത്. അവൻ വഴി ഉപേക്ഷിക്കത്തില്ല, കരുത്തോടെ നടത്തിക്കോളും. വാർദ്ധക്യവും നരയുമുള്ള കാലത്തും തള്ളിക്കളയാതെ, ബലം ക്ഷയിക്കുന്ന നാളിനും ഉപേക്ഷിക്കാതെ അവൻ നടത്തിക്കൊള്ളും. അവന്റെ പേരാണ് യഹോവ. വിശ്വസിക്കുന്നവർക്ക് അവനെ ചോദിച്ചാൽ അതിനെയാണ് ഇവിടെ ഇബ്രായ ലേഖനകാരൻ പറഞ്ഞത്. അവൻ വിശിഷ്ട നാമത്തിന് ആരായി മാറി? അവകാശിയായി മാറി. യേശുവിന്റെ ശ്രേഷ്ഠത അവന്റെ നാമത്തിന്റെ ശ്രേഷ്ഠതയാണ്. ഇനി വായിച്ച് 7:22 വാക്യം. യേശുവിന്റെ ശ്രേഷ്ഠത മറ്റൊന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അവിടെ. 7:22. ആണ കൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി. വിശേഷതയേറിയ നിയമത്തിന് കണ്ടോ, വിശേഷതയേറിയ വചനം, അതാണ് നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശുവിന്റെ നാമം വിശേഷതയുള്ളതാണ് എന്നതുപോലെ അവന്റെ വചനം, അവന്റെ ഉപദേശം എന്തുള്ളതാണ്? വിശേഷതയുള്ളതാണ്. അത് ആസ്വദിക്കുന്ന എത്ര പേരുണ്ട്? വചനം ആസ്വദിക്കുന്നവർ എത്ര പേരുണ്ട്?
വെറുതെ പേടി കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു സങ്കീർത്തനം വായിച്ചിട്ട് കിടക്കുന്ന ശീലമല്ല ഇവിടെ ചോദിക്കുന്നത്. വചനത്തിൽ ആമോദം കണ്ടെത്തുന്നവർ എത്ര പേരുണ്ട്? വചനത്തിൽ ആനന്ദം കണ്ടെത്തുന്നവർ എത്ര പേരുണ്ട്? വചനത്തെ ആദരിക്കുന്നവർ എത്ര പേരുണ്ട്? വചനത്തിന്റെ അക്ഷരങ്ങളിലൂടെ, അതിന്റെ വാചകങ്ങളിലൂടെ, വാക്യങ്ങളിലൂടെ പര്യടനം നടത്തി ആ മനോഹരമായിരിക്കുന്ന ഭൂമികയുടെ ആസ്വാദ്യത അന്തരംഗത്തിൽ നുകരാൻ കഴിയുമെങ്കിലുണ്ടല്ലോ, ഒരു ക്ഷീണവും നിന്നെ ബാധിക്കുകയില്ല, ഒരു ശത്രുവിന് നിന്നെ തളർത്താൻ കഴിയുകയില്ല. നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അവന്റെ അണ്ണാക്കിനും അതിനും അവന്റെ അസ്ഥികൾക്ക് ബലമാണ് എന്ന് പറയുന്ന അവസ്ഥ. കാരണം എന്താണെന്നറിയാമോ? ഇത് വിശേഷ വചനമാണ്. പ്രത്യയശാസ്ത്രങ്ങളും രാഷ്ട്രീയ മീമാംസകളും തത്വസംഹിതകളും വേദാന്തങ്ങളും വിജ്ഞാന സാഹിത്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. പൈങ്കിളി സാഹിത്യങ്ങൾ വേറെ, നമ്മുടെ നാഡീഞരമ്പുകളെ ത്രസിപ്പിക്കത്തക്ക നിലയിലുള്ള കുറ്റാന്വേഷണ സാഹിത്യം വേറെ, സഞ്ചാര സാഹിത്യം വേറെ. ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനൊന്നുമില്ലാത്ത ഒന്നാണ് ദൈവവചനത്തിലുള്ളത്. ഭൂവിശേഷ വചനമാണ്. ഇത് വിശേഷതയാർന്ന വചനമാണ്. അതാണ് യേശുവിന്റെ പ്രത്യേകത. അവൻ തന്നെ വചനമാണ്. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. വായിച്ച 8-ാം അധ്യായം അതിന്റെ 6-ാമത് വാക്യത്തിൽ 2 വിശേഷത കൂടെ കാണാൻ കഴിയും. അതുകൂടെ കണ്ട് നാം നേരെ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ അടുത്തത് സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. വിശേഷതയേറിയ ശുശ്രൂഷ. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. വിശേഷതയേറിയ വാഗ്ദത്തം, വിശേഷതയേറിയ ശുശ്രൂഷ, ഇതെല്ലാം ആരുടെയാണെന്നറിയാമോ? നമ്മുടെ കർത്താവിൻ്റെയാണ്. കർത്താവിൻ്റെ ആണെങ്കിൽ അതെല്ലാം നമുക്കുള്ളതാ. ഈ വിശേഷത കൊണ്ട് ദൈവം നമ്മെ അലങ്കരിക്കുന്നത്. വാഗ്ദത്തങ്ങൾ കിട്ടിയ ദൈവവൈദ്യരെ ഓർത്തോന്നേ, ഈ ദിവസങ്ങളിൽ അക്കമിട്ട വാഗ്ദത്തങ്ങളെ നൽകി തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിനെ പറഞ്ഞിരിക്കുന്നത് സാധാ വാഗ്ദത്തങ്ങളല്ല, പിന്നെ വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ. നമ്മുടെ കർത്താവ് നൽകിയ വാഗ്ദത്തങ്ങളെല്ലാം വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ. അതൊന്നും പൊളിവചനമാകത്തില്ല, അതൊന്നും നിറവേറാതെ പോകത്തില്ല. അതിനെ അന്തരംഗത്തിൽ താലോലിക്കാൻ നമുക്ക് കഴിയണം. വാഗ്ദത്തങ്ങൾ നമ്മുടെ വലിയ നിക്ഷേപങ്ങൾ. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തമാം നിക്ഷേപത്തെ ഉൾത്തടത്തിൽ കരുതിക്കൊണ്ട് ഈ സിയോൻ പ്രയാണം നയിക്കുമ്പോൾ തട്ടിമുട്ടി എങ്ങും വീഴത്തില്ല. കാരണം ഈ നിക്ഷേപം നമ്മുടെ അകത്ത് തന്നിരിക്കുകയാണ്. അത് പടിപടിയായി കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഈ പാർത്തലത്തിൽ നിവർത്തിക്കാനുള്ളതെല്ലാം നിവർത്തിച്ചിട്ട് മാത്രമേ ഇവിടെ നിന്ന് നമ്മെ അങ്ങോട്ട് മാറ്റുകയുള്ളൂ. ഇവിടെ നിന്റെ തല ഉയർത്തേണ്ടടുത്ത് ഉയർത്തും, ഇവിടെ നിന്റെ ഉൽപ്പത്തി ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിക്കാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മറ്റാരുടെയും മുമ്പിൽ തലകുനിക്കാതെ നിർത്താമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം വിശേഷതയേറിയ വാഗ്ദത്തമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ കാര്യം? എബ്രായ ലേഖനകാരൻ വിശേഷതയേറിയ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് വിലയേറിയതും അതിമഹത്തായതുമായ വാഗ്ദത്തം. ഹല്ലേലൂയ. അത് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അവൻ വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടി വിശേഷതയേറിയ ശുശ്രൂഷ അവൻ ചെയ്യുന്നു. തന്റെ ദേഹം നമുക്ക് വേണ്ടി യാഗമാക്കിക്കൊണ്ട് നമുക്ക് അവൻ നൽകിത്തന്ന രക്ഷാകര ദൗത്യം താൻ പ്രവർത്തിച്ച ശുശ്രൂഷയുടെ മഹത്വരമായ അനുഭവമാണ്. അഹരോനടക്കമുള്ള സകല മഹാപുരോഹിതന്മാരും സകല പ്രവാചകവരേണ്യന്മാരും ചെയ്തെടുത്ത ശുശ്രൂഷകളെക്കാൾ ഉജ്ജ്വലമായ ഒരു ശുശ്രൂഷ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തെടുത്തു. അതിന്റെ അനന്തര ഫലമാണ് നമ്മുടെ നിത്യജീവനും നമ്മുടെ മരണാനന്തരമായ ആത്മീയ അനുഭവങ്ങളെല്ലാം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒട്ടനവധി വിശേഷതകളുള്ള ഈ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം എന്നാണ് എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത് വാക്യത്തിൽ പറയുന്നത്. എബ്രായ ലേഖനം 3:1 അറിയാമല്ലോ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും പിന്നെ മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കണം എന്നല്ല, പിന്നെ ശ്രദ്ധിച്ചു നോക്കണം. കണ്ടോ, നോക്കിയിട്ട് ഏതാണ്ട് കണ്ടവരൊക്കെ ഉണ്ട്, പക്ഷെ ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് യേശു ആരാണെന്ന് വ്യക്തമാകുകയുള്ളൂ. ഇരുട്ടത്ത് അരണ്ടവട്ടത്തിൽ ജലപ്പരപ്പിന് മീതെ നടന്നു വരുന്ന രൂപത്തെ കണ്ടിട്ട് യേശു വരുന്നു, സാരമില്ല, പേടിക്കണ്ട എന്ന് പറയാൻ ഒരു അപ്പോസ്തലനും വെളിപ്പാട് കിട്ടിയില്ല. പിന്നെ എന്തോ പറഞ്ഞു അവരെല്ലാം കൂടെ? ഭൂതം വരുന്നു എന്ന് പറഞ്ഞ നിലവിളി. കണ്ടോ, വെളിപ്പാട് മാറുന്ന കണ്ടോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ പുള്ളി സഹിതം പറയുക, ആ വരുന്നത് ഭൂതമാണെന്ന് പറയുക. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട,
ഞാൻ ആകുന്നു. കണ്ടോ, ഞാൻ ആകുന്നു. I am that I am എന്ന ആ പ്രയോഗം തന്നെയാണ് ഇവിടെ യേശു പറയുന്നത്. ഞാൻ ആകുന്നു. കണ്ടില്ലേ? അപ്പം നാം പേടിക്കേണ്ടതില്ല. നമുക്ക് മുമ്പിൽ പ്രത്യക്ഷനായി നമ്മെ പരിചരിക്കാൻ കഴിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. പക്ഷേ അവനാണതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻപാകെ ഒരുവൻ നടകൊള്ളുന്നതും നമ്മെ കൈപിടിച്ച് നടത്തുന്നതും കർത്താവാണെന്ന് അറിയണമെങ്കിൽ നോക്കിയാൽ പറ്റില്ല. പിന്നെന്തോ ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ചല്ലോ, എപ്പോഴും ഒരു സെഷന് ഞാൻ പറഞ്ഞുവെന്നാ ഓർക്കുന്നത്. ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ നിന്നെ രക്ഷിച്ച് ഞങ്ങളെ രക്ഷിച്ചിറങ്ങിപ്പോക. യേശുവിനെ അവൻ അധിക്ഷേപിക്കുകയായിരുന്നു. എന്നാൽ മറുവശത്ത് കിടന്ന കള്ളൻ, ഇടത്തോ വലത്തോ ബൈബിൾ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഏതോ ഒരു വശത്ത് കിടന്ന കള്ളൻ, ഓക്കെ, അവൻ പറയുന്നു എന്താ? നീ സാക്ഷാൽ രാജാവാ, നീ രാജത്വം പ്രാപിച്ചെന്തോ ചെയ്യും? മടങ്ങി വരും. മടങ്ങി വന്നാൽ എന്നെ കൂടെ എന്ത് ചെയ്യണേ? അതിനകത്ത് 3 വിശേഷ ചിന്തകൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കില്ലെന്ന് എനിക്കറിയാം. നീ രാജാവാണ്, മടങ്ങി വരും. മാത്രമല്ല, മടങ്ങി വരുമ്പോൾ മരിച്ചവർക്ക് ഒരു പുനരുത്ഥാനമാണ്. യേശുവിന്റെ രാജത്വത്തെയും യേശുവിന്റെ 2ാം വരവിനെയും, രണ്ടാമത് വരുമ്പോൾ അവൻ മറ്റുള്ളവരെ ഉയർപ്പിക്കും, രൂപാന്തരപ്പെടുത്തുമെന്നുള്ള അവബോധമുള്ള ഒരുവൻ ആ യേശുവായി കിടക്കുന്നതെന്ന വീണ്ടും വിചാരമുണ്ടായത് നോക്കിയത് കൊണ്ടല്ല, ശ്രദ്ധിച്ചു നോക്കിയത് കൊണ്ടാണ്. ഈ ദിവസങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രമൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവൻ ആരാണെന്ന വെളിപ്പാട് അകത്ത് കിട്ടിയാലുണ്ടല്ലോ, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യമായിരിക്കും. യേശു ആരാ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ആരാണെന്നുള്ള വസ്തുത. ആ ഒരു വെളിപ്പാട് അറിവായി മാത്രം അകത്ത് പോരാ, അനുഭവമായി അകത്ത് നിൽക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. വെറുതെ നോക്കി ഏതാണ്ട് പറഞ്ഞവരൊക്കെ ഉള്ളപ്പോ ശ്രദ്ധിച്ചു നോക്കി അവനെ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിച്ചിട്ട് ആത്മീയമായിരിക്കുന്ന ആ ദർശനം അകതാരിൽ ആഴത്തിൽ ഏറ്റെടുത്തവർക്ക് മാത്രമേ വെല്ലുവിളികളെയും ജീവിതത്തിന്റെ സമരമുഖങ്ങളെയും അതിജീവിച്ച് മുന്നേറാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എബ്രായ ലേഖനം 1-ാം അധ്യായം മുതൽ അങ്ങ് 13-ാം അധ്യായം വരെ യേശുവിന്റെ മാത്രം സവിശേഷതകൾ, ശ്രേഷ്ഠതകൾ വിവരിക്കപ്പെടുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് എന്ന വസ്തുത അറിഞ്ഞുകൊണ്ട് സമയം ലഭിക്കപ്പെടുന്നതിനനുസരിച്ച് ഐച്ഛികമായി ആ പുസ്തകത്തെയും അതിന്റെ വ്യാഖ്യാന പാഠങ്ങളെയും പഠിക്കാൻ ശുപാർശ ചെയ്തുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ. ഓ, എത്ര പേർക്ക് പ്രത്യാശമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ടത്? യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ഉപദേശി ഇടയ്ക്ക് തല ഉയർത്തി നോക്കിയപ്പോൾ സുമുഖനായ, ശ്രേഷ്ഠനായ, യോഗ്യനായ, അതുല്യനായ ഒരുവൻ മന്നം നടന്ന് കടവിലേക്ക് ഇറങ്ങുന്നു. മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നവൻ ആ കർമ്മം അവസാനിപ്പിച്ച് അത്ഭുതപ്പെട്ടവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. സ്നാന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നവൻ അതിൽ നിന്ന് കണ്ണെടുത്ത് മറ്റൊന്നിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ കൂടി നിന്ന ജനം മുഴുവനും എന്താ കാണുന്നതെന്നറിയാൻ അങ്ങോട്ട് നോക്കി. അവരുടെ കണ്ണും അവങ്കൽ പതിഞ്ഞു. എല്ലാവരും അതിനെ നോക്കി നിൽക്കും. താൻ നോക്കുന്നവനെ തന്നെ ജനം മുഴുവനും നോക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ യോഹന്നാൻ ഉപദേശി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ദേ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യേശുവിനെ ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് ശ്രദ്ധിച്ചു നോക്കി വിളിച്ചു പറഞ്ഞു യോഹന്നാൻ. യോഹന്നാനെ ദൈവം ഏൽപ്പിച്ചിരുന്നത് അതിനു വേണ്ടിയായിരുന്നു. യോഹന്നാന്റെ ദൗത്യം അതായിരുന്നു എന്ന് നമ്മൾ അറിയണം. വരുന്ന യേശുവിനെ ജനസമക്ഷം പരിചയപ്പെടുത്തുക ആരാണെന്നുള്ള കാര്യം. എന്നിട്ട് ആ യേശുവിനെ ജലത്തിൽ എന്തോ ചെയ്യുക? സ്നാനപ്പെടുത്തുക. ഈ 2 മഹത്തായ കാര്യമേ യോഹന്നാനെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അത് ഗംഭീരമായി അദ്ദേഹം ചെയ്യുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഗർഭപാത്രത്തിൽ ഇരുന്നപ്പോഴേ ആത്മനിറവ് പ്രാപിച്ച ഒരാളാണ് ആര്? യോഹന്നാൻ സ്നാപകൻ. മനസ്സിലായോ? ഓ, പുറത്തു വന്നിട്ട് ഇത്രയും കാലമായിട്ട് ഈ നിറവ് പ്രാപിക്കാത്ത എത്രയോ വിദ്വാൻമാരുണ്ട്, എത്രയോ മഹതികളുണ്ട്. അകത്ത് കിടന്നപ്പോഴേ ആത്മാവിന്റെ നിറവ് പ്രാപിച്ചു. നിന്റെ വന്ദനം എന്റെ കാതിലെത്തിയപ്പോഴേ ഉള്ളിൽ പിള്ള എന്തോ ഇതെന്ന തുള്ളിയെന്നാ പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അപ്പം മുതൽ ഇവൻ ഈ ആത്മനിറവ് പ്രാപിച്ചതാണ്. മിശിഹായെ സ്നാനപ്പെടുത്തുവാനുള്ളതായിരിക്കുന്ന അഭിഷേകം, അതിന്റെ നിറവ്, ആ ദൗത്യത്തിന്റെ നിയോഗം പുറത്തു വന്ന ശേഷം ആരാണ്ട കൈവെപ്പിനാൽ കിട്ടിയതല്ല. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊടുത്ത അധികവും ഇങ്ങോട്ട് വിട്ടതവരെ.
മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ വേറെ ഒരു തിയോളജി ഉണ്ടായേനെ. യോഹന്നാനെ അഭിഷേകം ചെയ്ത് മിശിഹായെ സ്നാനപ്പെടുത്താൻ വേണ്ടിയ ശുശ്രൂഷ കൈവെപ്പിനാൽ കൊടുത്ത ഞങ്ങളുടെ റവറണ്ടെന്നും പറഞ്ഞ് വേറെ ആളിനെ പൊക്കിക്കൊണ്ട് നടക്കേണ്ട വന്നേനെ. ആ പുള്ളിയുടെ പേരിലൊരു പള്ളി, ആ പുള്ളിയുടെ പേരിലൊരു ഇടപാടും ഒക്കെ വേറെ ഉണ്ടായേനെ. അത് വരാതിരിക്കാൻ കർത്താവ് ഒരു പരിപാടി ചെയ്തു. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഇവനെ എന്തോ ചെയ്തു, അതിനുവേണ്ടി അഭിഷേകം ചെയ്ത് പുറത്തേക്ക് വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാൻ വരുന്നത്, ഇത്ര മഹത്വമേറിയ ശുശ്രൂഷ ചെയ്ത ഈ VIP എന്ന് പറയാൻ പറ്റുമോ? നോ. എത്ര വി ചേർക്കണം യോഹന്നാന് വേണ്ടി? VIP ആയിരിക്കാം അദ്ദേഹം. ഇത്ര മഹത്വരമായ ശുശ്രൂഷ ചെയ്ത അദ്ദേഹം ഒടുവിൽ ഹേരോദാവ് പിടിച്ച കാരാഗൃഹത്തിൽ അടഞ്ഞപ്പോ അവിടെ കിടന്നുണ്ട് ചോദ്യം, വരാനുള്ളവൻ നീ തന്നെയാണോ എന്നൊന്ന് ചോദിച്ചിട്ട് വരാൻ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ബഹുജന സമക്ഷം യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയ ആ ഭക്തന്റെ ആത്മീയതയുടെ താളം പിഴയ്ക്കുന്ന കണ്ടോ? ഇവിടെ യോഹന്നാൻ സ്നാപകനെ ഞാൻ മൂല്യം കൽപ്പിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലനും പത്രോസിനുമെല്ലാം. കാരണം എന്താ? പത്രോസ് കാരാഗൃഹത്തിൽ കിടന്ന് പദം പറഞ്ഞ് കരഞ്ഞില്ല. പിന്നെന്തോ ചെയ്തു? പ്രത്യാശയോടെ സുഖമായി കിടന്ന് ഉറങ്ങി. പത്മോസ് ദ്വീപിൽ പദം പറഞ്ഞ് കരഞ്ഞില്ല യോഹന്നാൻ. അവിടെ കിടന്ന് എന്തോ ചെയ്തു? ആത്മവിവശതയിലായി കർത്താവിനെ സ്തുതിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഒരുവൻ കാരാഗൃഹത്തിൽ എത്തപ്പെട്ടപ്പോൾ ആത്മീയതയുടെ താളം പിഴച്ചു പോകുന്നു, അപശ്രുതി ഉണ്ടാകുന്നു. ഇത് നമുക്കും സംഭവിക്കാം. നാളെ PCKയുടെ കൂട്ടായ്മയിൽ ദിനംതോറുമുള്ള ആത്മീയ കാര്യപരിപാടികളിൽ ഇങ്ങനെ സഹകരിച്ചു പോകുമ്പോൾ ആത്മീയ നിലവാരത്തിൽ ഉച്ചസ്ഥായിലാകാൻ നമ്മളല്ല. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഇതിൽ നിന്ന് ഒന്ന് ഡ്യൂട്ടി സംബന്ധമായോ മറ്റു ചില കാരണങ്ങളാലോ ചില മീറ്റിങ്ങുകളിൽ കൂടാൻ കഴിയാതെ ഒന്ന് അകലപ്പെടേണ്ടി വരുമ്പോഴോ പ്രതിസന്ധിയുടെ ആഴത്തിലേക്ക് മാറ്റപ്പെടേണ്ടി വരുമ്പോഴോ ആത്മീയതയിൽ അപശ്രുതി ഉണ്ടാകരുത്. വരാനുള്ളവനെ തന്നെ ലക്ഷ്യമാക്കിക്കോണം. ഞാനെന്ന് പറഞ്ഞത് അബദ്ധമായി പോയോ? ഞാൻ ചൂണ്ടിക്കാണിച്ചവൻ തന്നെ അത് നോമിശുക നോക്കിക്കേ. മനസ്സിന്റെ ഒരു വല്ലാത്ത പ്രതിസന്ധി. നീ തന്നെയോ വരാനുള്ളവൻ എന്ന് ചോദിക്കുമ്പോ യോഹന്നാൻ അങ്ങനെ ഒരു അപശ്രുതിയുടെ വാചകം പറയുമ്പോൾ ഒരുത്തൻ ചങ്കുറപ്പോടെ പറയുന്നു, വരാനുള്ളവൻ വരിക തന്നെ ചെയ്യും. അത് ക്രിസ്തു യേശു തന്നെ. പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടില്ലെന്ന് ബോധ്യമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വരാനുള്ളവൻ നീയോ എന്ന് ആശയക്കുഴപ്പത്തിലകപ്പെട്ട യോഹന്നാൻ സ്നാപകൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ വരാനുള്ളവനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പ്രാപിച്ച പൗലോസ് പറയുന്നു, വരാനുള്ളവൻ അവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് എന്തോ ചെയ്യും? വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്താണ് ഈ വരവിന്റെ ചിന്തയിൽ അല്പകാലത്തിന്റെ പ്രസക്തി? മനസ്സിലാക്കണം ശാന്തമായി. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് എന്താ ഈ അല്പകാലത്തിന്റെ പ്രസക്തി? രണ്ടാണെന്ന് പഠിക്കണം. ഒന്ന്, പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാമത് വാക്യം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത് വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാട്ടുന്നതേ ഉള്ളൂ. എല്ലാവരും മാനസാന്തരപ്പെടാൻ. നമുക്കറിയാവുന്നൊരു പൊതുചിന്തയാ, കൂടുതൽ വിവരിക്കേണ്ടതില്ല. എന്താ അല്പകാലം അതിന്റെ പ്രസക്തി? ചിലർ കൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സന്തരപ്പെടേണ്ടതുണ്ട്. ബാഹ്യമായൊരു ചിന്തയാ, പൊതുവായൊരു ചിന്തയാ. ലോകത്തിലും ഇനി ആളുകൾ മാനസാന്തരപ്പെടാനുണ്ട്. അതിനുവേണ്ടിയാ ഒരല്പകാലം. ആ അല്പകാലം എന്ന് പറയുമ്പം നമ്മുടെ കലണ്ടർ വെച്ച് ഒത്തിരി കൂടിപ്പോയെന്ന് തോന്നാം. പക്ഷേ ദൈവത്തിന്റെ സമയം നമ്മൾ നിശ്ചയിക്കുന്നത് പോലെ അല്ല. അല്പകാലം, അതാണ് വചനത്തിന്റെ ആ ആഴമുള്ള ചിന്ത. അപ്പം അല്പകാലത്തിന്റെ പ്രസക്തി മറ്റുള്ളവരുടെ മാനസാന്തരമാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 3-ന്റെ 15, 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം
ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ അക്കമിട്ട് നിവർത്തിച്ചില്ലെങ്കിൽ ഞാൻ വരും. വന്നാൽ നിന്റെ കിരീടം എടുത്തു കളയും, നീ കൈവിടപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് എന്തോ ചെയ്യണം? മാനസാന്തരപ്പെടണം. ആദ്യം വായിച്ച വാക്യം പൊതുജനങ്ങളോടുള്ള ഒരാലോചനയാണ്, മാനസാന്തരപ്പെടണം. ഇവിടെ വായിച്ച വാക്യം സഭയോടുള്ള ദൂതാണ്, സഭയിൽ ചിലർ കൂടെ മാനസാന്തരപ്പെടാനായിട്ട്. അതായത് പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരാനുണ്ട്. അതായത് ആത്മീയ മാന്യത്തിൽ നിന്നൊരു മടക്കയാത്ര. കണ്ടില്ലേ, ഞാൻ ധനവാനാ, സമ്പന്നനാ, എനിക്കെല്ലാം ഉണ്ട് എന്ന് സ്വയം അഹങ്കാരത്തോടിരിക്കുമ്പോൾ കർത്താവിന്റെ കണ്ണ് സൂക്ഷ്മതയോടെ നോക്കുമ്പോൾ ഇവൻ നഗ്നനാണ്, കുരുടനാണ്. കണ്ടോ, എല്ലാവിധത്തിലും ആത്മീയ അധപ്പതനത്തിന്റെ ആഴത്തട്ടിലേക്ക് പോയവന്. ശീലവാനുമല്ല, പിന്നെ ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ശബ്ദിച്ചു കളയും എന്ന് പറയുന്നു. അതുകൊണ്ട് നീ എന്തോ ചെയ്തേ പറ്റുള്ളൂ? മാനസാന്തരപ്പെട്ടെ മടങ്ങി വന്നേ പറ്റുള്ളൂ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, സകല പ്രവൃത്തികളെയും നിന്റെ പാർപ്പ് ഞാൻ അറിയുന്നു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതിന്റെ ഒരു കുറവ് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് 1, 2, 3 അധ്യായങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ സഭയോട് മാത്രമായി പറയുന്നുണ്ട്. ഈ ദയനീയമായ പാപ്പരത്വത്തിൽ നിന്ന് ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടിയ കർത്താവ് അല്പകാലം നിശ്ചയിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ഒരു കാലത്ത് ഇറങ്ങിയ ആത്മിക ശുഷ്കാന്തി നഷ്ടപ്പെട്ടിട്ട് ഭൗതിക മണ്ഡലങ്ങളിൽ എന്തൊക്കെയോ കൈമുതലായി വന്നപ്പോ ആത്മീയതയുടെ താളം പിഴച്ചുപോയ ഒട്ടനവധി ആളുകൾ ആത്മിക തലത്തിലുണ്ട്, പെന്തക്കോസ്ത് മാർഗത്തിലുണ്ട്. അവർ ഒന്നുകൂടെ സടകുടഞ്ഞെഴുന്നേൽക്കേണ്ടതിന് ഈ അല്പകാലം ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ബോധ്യമായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഒരു ഹിതപരിശോധന, ഇവിടെ ഒരു പുനർവിചാരണ അനിവാര്യമാണ്. കർത്താവ് ഈ അല്പകാലത്തിന്റെ ആ പീരീഡ് ഇന്ന് അവസാനിപ്പിച്ച് കാഹളം മുഴക്കി ഇറങ്ങി വന്നാൽ എന്റെ അവസ്ഥ എന്താകുമായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു ഹിതപരിശോധനയുടെ ദിനങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്ന ചിന്തകൾ മനസ്സിലാകുന്നുണ്ട്? നമ്മൾ വെറുതെ എന്തൊക്കെയോ കണ്ട് കേട്ട് ഏതിലൊക്കെയോ അഭിമാനം കൊള്ളുന്നു. പോരാ, ഈ വായിക്കപ്പെട്ട തിരുവെഴുത്തിന്റെ മേഖലകളിലൂടെ ചിന്തിച്ച് ലേപം വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോണം. അത് വസ്ത്രം കർത്താവിന്റെ കയ്യിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി നഗ്നത മറച്ചോണം. പ്രവൃത്തിപഥത്തിൽ ദോഷങ്ങൾ അനവധി ഉണ്ടെന്ന് മനസാക്ഷി അന്തരാത്മാവിൽ ബോധ്യമാക്കിയാൽ പ്രവൃത്തിയുടെ ദോഷങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ ചെയ്യാൻ നാം തയ്യാറായാൽ നമുക്ക് ലഭിക്കപ്പെടുന്നത് അവനോടൊപ്പമുള്ള സമാഗമമാണ്. അപ്പൊ ഇനി എത്രയും അല്പകാലത്തിന്റെ പ്രസക്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇനി ആ പ്രയോഗത്തിന്റെ ഗാംഭീര്യത നോക്കിക്കേ. അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു പ്രയോഗം, അതിനെ ഉറപ്പിക്കുന്ന ഒരു ഡയലോഗ്, താമസിക്കുകയില്ല. എന്താണ് ഇത്ര വലിയ ഉറപ്പിങ്ങനെ പറയാൻ കാരണം? പുനരാഗമനം, അതിന്റെ ഉറപ്പെന്താണ്? പുനരാഗമിക്കുമെന്നുള്ളതിന്റെ ഉറപ്പെന്താണ് എന്നുകൂടെ ഈ വാക്യത്തിലൂടെ നാം പഠിക്കണം. യേശു മടങ്ങി വരും എന്നതിന്റെ കൃത്യമായ ഉറപ്പെന്താ? കാലങ്ങളായി എത്രയോ നാളുകൾ, എത്രയോ ദൈവദാസന്മാർ, അഭിഷക്തരായ എത്ര ആളുകൾ പ്രസംഗിച്ചു തുടങ്ങിയതാ പുനരാഗമനം. ഇന്നുവരെ യേശു വന്നില്ലല്ലോ. പക്ഷെ ഈ വാക്യം വീണ്ടും നമ്മുടെ അന്തരാത്മാവിലേക്ക് കോറിയിടുന്നു. ദൈവാത്മാവ് വരും, താമസിക്കുകയില്ല. എന്തുകൊണ്ട് നമ്മൾ ഉറക്കണം വരുമെന്ന കാര്യം? ഇത്രയും കാലം കാത്തിരുന്ന് കണ്ണ് മങ്ങിപ്പോയിട്ട് പുനരാഗമനം നടക്കത്തില്ലെന്ന് പറഞ്ഞ് ആളുകൾ വഴിമാറിപ്പോയി. പക്ഷെ ഇന്നും നമ്മൾ അകതാരിൽ ഏറ്റുകൊള്ളുന്നു, യേശു മടങ്ങി വരും. നമ്മുടെ ഓരോ യോഗം കഴിയുമ്പോഴും കരങ്ങൾ ഉയർത്തി നമ്മൾ പറഞ്ഞിട്ട് പോകുന്നത്, കർത്താവേ വേഗം വരണമേ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ചിലര് വേഗം വരണേ, ചിലര് വരണേ, ചിലര് മിണ്ടാതെ പോകാറുണ്ട്. ഏതായാലും ഒരുപറ്റം ആളുകളുടെ അകതാരിൽ യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള ഒരു വലിയ തിടുക്കമുണ്ട്. എന്താ ഉറപ്പിന്റെ കാരണം? പുനരാഗമനം, അതിന്റെ ഉറപ്പ് എന്ന വിഷയം ആഴത്തിലറിയണം. പഠനാർഹമാണ്. അതിനാധാരം പഴയ നിയമത്തിൽ നിന്ന് ഒരു ചിന്ത ഞാൻ തരാം, പുതിയ നിയമത്തിൽ നിന്നും ഒരു ചിന്ത തരാം. പുനരാഗമനം ഇത്ര നാളായിട്ട് നടക്കുന്നില്ലെങ്കിലും അത് ഉറപ്പായി വിശ്വസിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രധാന
ഘടകം എന്താണ് എന്നതിനെ കുറിച്ച് നാം അറിയാതെ പോകരുത്. വായിക്കേ യെശയ്യാപ്രവചനം 9-ാം അധ്യായം അതിന്റെ 6-ാമത് വാക്യം. വളരെ പരിചിതമായ സുപരിചിതമായ ഒരു വേദഭാഗമാണ് യെശയ്യാ 9-ന്റെ 6-ാമത് വാക്യം. യെസ്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. ഈ വാക്യം നമുക്ക് വളരെ പരിചിതമാണ്. ഇത് പുനരാഗമനവുമായി എങ്ങനെ ബന്ധപ്പെടുത്തും? പുനരാഗമനം എന്ന വിഷയത്തിൽ ഈ വാക്യത്തിന്റെ പ്രസക്തി എന്താ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ചിലർക്ക് ഈ വാക്യം ക്രിസ്മസിന് മാത്രമുള്ളതാണ്, ചിലർക്ക് ഈ വാക്യം ഈസ്റ്ററിന് മാത്രമുള്ളതാണ്. പക്ഷേ ക്രിസ്മസിനും ഈസ്റ്ററിനും വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന ഒരു വാക്യമല്ലിത്. ഈ വളരെ ആത്മീയ ചിന്തകൾ വാരി നിറച്ച് പട്ടിക പോലെ അക്കമിട്ട് പറയുന്ന ഈ പദപ്രയോഗങ്ങളുടെ ആഴങ്ങളെ പഠിച്ചാൽ ക്രിസ്തുയേശുവിന്റെ യുഗായുഗങ്ങളായിട്ടുള്ള പ്രവർത്തികളുടെ അനുഗ്രഹീതമായ നടപടിക്രമം അനുഗ്രഹീത പ്രവാചകനായ യെശയ്യാവ് അക്കമിട്ട് വിവരിച്ചിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഞാൻ വാചകങ്ങളെ ഒന്ന് വിലയിരുത്തുകയാണ്. യെശയ്യാവാണല്ലോ മിശിഹൈക പ്രവാചകൻ എന്ന് പറയുന്നത്. യേശുവിനെ ഇത്ര മഹത്വമായി അവതരിപ്പിച്ചിട്ടുള്ള പ്രവാചകൻ വേറെ ഇല്ല. അതുകൊണ്ട് യേശുവിന്റെ ജനനം മാത്രമല്ല, യേശുവിന്റെ വളർച്ച, യേശുവിന്റെ ക്രൂശീകരണം, യേശു അനുഭവിച്ച ത്യാഗോജ്വലമായിരിക്കുന്ന വ്യഥകൾ എല്ലാം അക്കമിട്ട് പറയുമ്പോഴും യേശുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് കൂടെയുള്ള ചിന്തകൾ യെശയ്യാവ് പറയുന്നുണ്ട്. പുനരാഗമനം മാത്രമല്ല, പുനരാഗമിച്ചവൻ പിന്നെ പാർത്തലത്തിൽ ചെയ്യാൻ പോകുന്ന രാജഭരണം നീതിയോടെ ഉള്ളത്, അതിനെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ സഹസ്രാബ്ദ യുഗത്തിൽ നടക്കുന്ന മഹനീയമായിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം മുൻകണ്ടിട്ട് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കയ്യിൽ പിടിപ്പിച്ച പ്രവചന നിരീക്ഷണ നാളിലൂടെ നോക്കിക്കണ്ട ആലോചനകൾ വ്യക്തമായി സ്പഷ്ടമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു ഈടുറ്റ ഗ്രന്ഥം, എ സ്മോൾ ബൈബിൾ ഇൻ ദ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന യെശയ്യാ പ്രവചനം. 66 പുസ്തകങ്ങളുള്ള വേദപുസ്തകത്തിൽ 66 അധ്യായം കൊണ്ട് യെശയ്യാവ് തന്റെ പ്രവചന ഗ്രന്ഥത്തെ ഉജ്ജ്വലമാക്കിയിരിക്കുന്നു. അതിൽ ശ്രേഷ്ഠമായ ഒരു വാക്യമാണ് 9-ന്റെ 6-ാമത് വാക്യം. ആ വാചകങ്ങളുടെ ഘടന നോക്കിക്കേ. വിവിധ കാലങ്ങളിൽ സംഭവിക്കേണ്ടതാണ് ഒറ്റ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 9-ാമത് അധ്യായം 6-ാമത് വാക്യം എന്ന് പറയുന്നത് വിവിധ കാലങ്ങളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഏതാണ് കാലങ്ങൾ എന്ന് നാം അറിയണം. 1-ാമത്തെ വാചകം നമുക്കൊരു ശിശു, അടുത്ത വാചകം നമുക്കൊരു മകൻ. ഇത് രണ്ടാണോ ഒന്നാണോ പഠിക്കേണ്ടതുണ്ട്. പലരും ഇത് ഒന്നായി തന്നെ കാണാറുണ്ട്. അച്ഛാ, ഇത് ഒന്നല്ല, ഇത് 2 കാലങ്ങളിൽ സംഭവിക്കേണ്ട 2 മഹത്തായ സംഭവങ്ങളാണ് എന്ന് നാം അറിയണം. യെശയ്യാവ് ഇതിന് ഒറ്റ വാക്യത്തിൽ തന്നിരിക്കുകയാണ്. യേശു മടങ്ങി വരുമെന്ന കനത്ത തെളിവ് ഈ വാക്യം നമുക്ക് തരികയാണ്. ശ്രദ്ധിച്ചോ, ഞാൻ വിവരിക്കുകയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഒരു ശിശു ജനിച്ചത് എവിടെയാണെന്നറിയാമോ? ബത്ലഹേമിലാണ്. ബത്ലഹേം. ഓക്കെ, കാർത്തികവിങ്കൽ കന്യകയുടെ മകനായി ഒരു ശിശു ജനിച്ചു. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ എന്ന ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ വാക്ക് പിഴച്ചു പോകാതെ കൃത്യമായി ഒരു പെൺകുട്ടിയിൽ അത് സാധ്യമാകുകയാണ്. അതാ ശിശു ജനിച്ചത് എവിടെയാ? ബത്ലഹേമിൽ. നസറത്തിൽ ജനിക്കേണ്ടതായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി ബത്ലഹേമിൽ അവനെ ജനിപ്പിക്കണം എന്നതായിരുന്നു. അതിനാണ് ഔഗസ്ത്യോസ് കൈസറുടെ വിളംബരം ഉണ്ടായത്. ഇല്ലെങ്കിൽ നസറത്തിൽ വീട് കെട്ടി പാർക്കുന്ന ആശാരി യോസഫിന്റെ വീട്ടിലായിരുന്നു ഈ ജനനം നടക്കേണ്ടത്. പക്ഷെ അങ്ങനെ നടന്നാൽ പ്രവചനം തെറ്റും. മീഖാ പ്രവചനം 5-ന്റെ 2-ാം വാക്യം, നീയോ ബത്ലഹേം എഫ്രാത്തേ, യഹൂദാ സഹസ്രങ്ങൾ നീ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മെയ്പ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ഓ, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ മിശിഹ എവിടെ ജനിക്കണമായിരുന്നു? ബത്ലഹേമിൽ. കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. എവിടെ ജനിച്ചിരിക്കുന്നു? ബത്ലഹേമിൽ. ഔഗസ്ത്യോസ് കൈസറുടെ വിളംബരം കേട്ടപ്പോൾ ആകപ്പാടെ പേടിച്ചരണ്ടുപോയി അവര്. 85 മൈൽ ദൂരം യാത്ര ചെയ്യണം നസറത്ത് ടു ബത്ലഹേം. കണ്ടോ, 85 മൈൽ നിറവയറോടെ യാത്ര ചെയ്യുന്നു മറിയ. മറ്റൊരു അവസരത്തിൽ മറിയയുടെ യാത്രയും ബത്ലഹേമിലെ യേശുവിന് ജന്മം കൊടുത്ത സംഭവം, മഹത്തായ സംഭവം വിവരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അറിയണം ദൈവമക്കൾ, ഉപവസിക്കുന്ന ദൈവമക്കൾ അറിയണം ദൈവത്തിന്റെ കരുതലുകളുടെ പ്രത്യേകത. മറ്റൊരു ദിവസം നമ്മൾ അതിനെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അന്ന് അതിന്റെ വിശകലനങ്ങൾ വരാം. അപ്പോൾ ശിശു ജനിക്കുന്നത് എവിടെയാകണം? ബത്ലഹേമിൽ. അതാണ് മീഖാ 5-ന്റെ 2-ാം വാക്യം. യേശു എവിടെ ജനിക്കും? കന്യകയിൽ ജനിക്കുമെന്ന് യെശയ്യാവ് കണ്ടു. പിന്നെ ബത്ലഹേമിൽ ജനിക്കുമെന്ന് ആര് കണ്ടു?
മീഖ കണ്ടു. അതാ ഇബ്രാഹിം ലേഖനകാരൻ പറഞ്ഞിരിക്കുന്നത്. അവർ ഭാഗമായിട്ട് എന്തോ ഇതുള്ളൂ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രവാചകൻ ഒരു ഭാഗം കണ്ടു, മറ്റൊരു പ്രവാചകൻ വേറൊരു ഭാഗം. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ മിശിഹായുടെ ജനനവും പ്രവർത്തികളും എല്ലാം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. ഓക്കെ, നമുക്ക് മടങ്ങി വരാം പാഠത്തിലേക്ക്. ഒരു ശിശു ജനിച്ചു. എവിടെയാ ശിശു ജനിച്ച്? ബത്ലഹേമില്. അടുത്ത വാചകം നോക്കിക്കേ. നമുക്കൊരു മകൻ നൽകപ്പെട്ടു. എവിടെ? ബത്ലഹേമിലാണോ? നോ. ഒരു പിതാവ് തന്റെ മകനെ നിരുപാധികം എനിക്ക് നിങ്ങൾക്കും വേണ്ടി എറിഞ്ഞു തന്നത് ബത്ലഹേമിലല്ല, കാൽവരിയുടെ കൊലമരത്തിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ശിശു ജനിച്ചതെവിടെ? ബത്ലഹേമിൽ. ആ ശിശു ജനിച്ചു വളർന്ന് പക്വത പ്രാപിച്ച് ദൗത്യ നിർവഹണത്തിന്റെ കാലമെത്തിയപ്പോ, കാലസമ്പൂർണതയിൽ തക്ക സമയമായപ്പോൾ അവനെ പിതാവ് നമുക്ക് വേണ്ടി നൽകി തരികയായിരുന്നു. ആ മകന്റെ രോദനം കേട്ടോ, എന്റെ പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. അവിടെയാണ് മകനെ തന്നത്, നൽകിയത്. ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിക്കൂ. ഒരു ശിശു ജനിച്ചിരിക്കുന്നു, അത് കഴിഞ്ഞൊരു കോമ, അത് കഴിഞ്ഞ് അടുത്ത വാചകം, ഒരു മകനെ നൽകിയിരിക്കുന്നു. ഈ രണ്ട് വാചകങ്ങൾക്കിടയിൽ കോമ ഇങ്ങോട്ട് മാറ്റിയിട്ട് വാചകങ്ങളെ അകറ്റിയാൽ അതിനിടയ്ക്ക് എഴുതി ചേർക്കേണ്ടത് 33.5 വർഷത്തെ ചരിത്രമാണ്. അറിയാമോ? ഒരു 33.5 വർഷത്തെ ചരിത്രം. ബത്ലഹേം മുതൽ അങ്ങ് ഗൊൽഗോഥ വരെയുള്ള ചരിത്രം ഒരുമിച്ച് എഴുതിയെങ്കിലേ ഈ രണ്ട് വാചകങ്ങളുടെ ഇടയിലെ ആ ഗ്യാപ്പ് തീരുകയുള്ളൂ. പക്ഷേ 33.5 വർഷ കാലഘട്ടത്തെ ഒരുമിച്ച് അടുപ്പിച്ചു വെച്ച് ഒരു കോമായിട്ട് പ്രവാചകൻ പറയുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ രണ്ട് കാലങ്ങളിലാണിത് എന്നറിയാം. രണ്ട് വാചകങ്ങൾ. ഓക്കെ, ഇനി അടുത്ത വാചകം നോക്കിക്കേ. ആധിപത്യം അവന്റെ. ആദ്യം പറഞ്ഞ രണ്ട് വാചകങ്ങളിലും ഗ്രാമറിന്റെ ഭംഗി നോക്കിക്കേ നിങ്ങൾ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു കണ്ടോ, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഭൂതകാലവും വർത്തമാനകാലവും കൂടി ഒരുമിച്ച് ചേർന്നൊരു പ്രയോഗമാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഓൾറെഡി ജനിച്ചു കഴിഞ്ഞു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആ മകനെ നമുക്ക് നൽകി, ഇപ്പോഴും നൽകിയിരിക്കുന്നു. ആ മകനെ വിശ്വസിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കുക. ആ പിതാവ് തന്റെ മകനെ നൽകിയിരിക്കുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ആ രണ്ട് വാചകങ്ങൾ. ആദ്യത്തേത് ഭൂതകാലം, രണ്ടാമത്തേത് വർത്തമാനകാലം. ഇനി അടുത്ത വാചകം പറയുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരുന്നു എന്നല്ല, ഇരിക്കുന്നു എന്നല്ല, പിന്നെ ഇരിക്കും. അതേത് കാലമാണ്? ഭാവി കാലമാണ്, ഫ്യൂച്ചറാണ്. കണ്ടോ, നാളെ സംഭവിക്കേണ്ടതാണ്. ആധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ആധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? The government shall be upon his shoulder. അതാണ് ആധിപത്യം. 40:10 പറയുന്ന അതേ വാക്യത്തിന്റെ ഘടനയാണ് ഈ വാക്യത്തിന്റെ മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അങ്ങനെയാണെങ്കിൽ ആധിപത്യം അഥവാ ഗവൺമെന്റ് അഥവാ അരസാംഗം അഥവാ സർക്കാർ തോളിൽ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒരു ഭരണം നടത്തും യേശു എന്ന പ്രവാചകൻ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഭരണം ഇവിടെ ഉണ്ടാകണമെങ്കിൽ യേശു എന്ത് ചെയ്തേ പറ്റുള്ളൂ? മടങ്ങി വന്നേ പറ്റുള്ളൂ. ഉറപ്പ് മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇവിടുത്തെ ഭരണാധിപന്മാരാകപ്പാടെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുമ്പോ, അരാജകത്വത്തിൽ വല്ലാതെ വീണ് കിടന്നുരുളുമ്പോ, അധാർമികതയിലേക്ക് പെട്ടുപോകുമ്പോ, അസാൻമാർഗികതയിൽ പിണഞ്ഞു കയറുമ്പോ, വല്ലാത്ത അനാത്മിക പ്രവണതകൾ ഉയർന്നു വരുമ്പോ ഓർത്തുകൊള്ളണം, ഒരു നേതാവ് നീതിയോടെ വാഴാൻ സമയമെടുത്തിരിക്കുന്നു. അവൻ ഇറങ്ങി വരാൻ സമയമെടുത്തിരിക്കുന്നു. ഈ കിരാവ് കൊണ്ട് രക്ഷയില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. സമരങ്ങൾ കൊണ്ടോ സന്നാഹങ്ങൾ കൊണ്ടോ രക്ഷയില്ല എന്ന് വന്നു കഴിഞ്ഞു. എല്ലാവർക്കും പേടി സ്വപ്നങ്ങളായി തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും ഒക്കെ വല്ലാതെ രാജ്യങ്ങളെ ഒട്ടൊഴിയാതെ സംഭ്രമിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ, തീവ്രവാദികൾക്ക് കാശ് കൊടുത്ത് അവരെ നിലയ്ക്ക് നിർത്താൻ, അവരെ പേടിപ്പിച്ച് നിർത്താൻ പറ്റില്ല. അവരെ കാശ് കൊടുത്ത് നിർത്തിയില്ലെങ്കിൽ അവർ തൊന്തരവ് ചെയ്യുമെന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ ഇവിടെ നീങ്ങുമ്പോ ഓർത്തുകൊള്ളണം, ഇതെന്തിനെ വിളിച്ചറിയിക്കുന്നു? യെശയ്യാപ്രവചനം 9:6 വാക്യത്തിന്റെ 3-ാമത്തെ വാചകം കൃത്യതയോടെ നിറവേറും. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്, വരാനുള്ളവൻ വരിക തന്നെ ചെയ്യും. താമസിക്കുകയില്ല, മാറ്റുകയില്ല, പ്രോഗ്രാം അവൻ മാറ്റുകയില്ല, അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും. ആ ബോധ്യമാകത്തുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇവിടുത്തെ വർത്തമാന പത്രങ്ങൾ തെളിയിക്കുന്ന സകല സംഭവങ്ങളും യേശുവിന്റെ വരവിനെ തെളിയിക്കുകയാണ്. ഉണ്ടോ? അപ്പോ ഇനി അങ്ങോട്ട് വായിച്ചു നോക്കണം. താഴോട്ടുള്ള സംഭവങ്ങളെല്ലാം അടുത്തു വരാൻ പോകുന്ന കാലങ്ങളിൽ സംഭവിക്കേണ്ടത്. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ ആരാകും? കർത്താവ് ഭരിക്കുന്ന കാലത്ത് കർത്താവ് മന്ത്രിയല്ല. എങ്ങനെയുള്ള മന്ത്രി?
അത്ഭുത മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അർത്ഥം മനസ്സിലായി. ഏത് വകുപ്പ് കൈകാര്യം ചെയ്യാനും അത്ഭുതകരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മന്ത്രിയായിരിക്കും യേശു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ വകുപ്പുകളിൽ മന്ത്രിമാർ അത്ഭുതം ചെയ്യുന്നുണ്ട്. എന്തോന്ന് അത്ഭുതം ചെയ്യുന്നുണ്ട്? മന്ത്രിമാർ ചെയ്യുന്ന അത്ഭുതമൊക്കെ പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നതും കാണുന്നതും ഒക്കെയാണ്. ആ അത്ഭുതങ്ങളെ കുറിച്ച് വിവരിക്കേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ കർത്താവ് രാജ്യം ഭരിക്കുമ്പോൾ സകല വകുപ്പും അവൻ്റെ കയ്യിലായിരിക്കും. ആ വകുപ്പുകൾ അത്ഭുതകരമായിട്ട് അവൻ കൈകാര്യം ചെയ്യും. ഏത് വകുപ്പാണ് എൻ്റെ കർത്താവിന് പറ്റാത്തത്? ഏത് വകുപ്പും അവൻ്റെ കയ്യിൽ സുഭദ്രമായിരിക്കും. അവൻ ഭരിക്കുന്ന കാലത്ത് രോഗമോ ദുഃഖമോ ക്ഷീണമോ പട്ടിണിയോ പൈശൂന്യങ്ങളോ ഒന്നുമില്ലാത്ത നിലയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, അതെല്ലാം പിന്നീട് സംഭവിക്കാനിരിക്കുന്ന യുഗാന്തരങ്ങളായിട്ടുള്ള സംഭവങ്ങളുടെ വിശകലനങ്ങളാണ് വരുന്നത്. അവൻ നിത്യപിതാവ്. പിന്നെ ദൈവം താൻ അവരുടെ ദൈവമായിരുന്നു കൊണ്ട് എന്നേക്കും വാഴുന്ന നിത്യയുഗത്തിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന അനുഭവം. യേശു രാജ്യം പിതാവിനെ ഏൽപ്പിച്ച് പരമത്യാഗം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എല്ലാം അവനിൽ കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ട് പിതാവായ ദൈവത്തിങ്കൽ എല്ലാം ലയിച്ചൊന്നാകുന്ന അനുഗ്രഹീതമായ അനുഭവം. അപ്പൊ യെശയ്യാവ് യേശുവിന്റെ ജനനം മുതൽ അങ്ങ് നിത്യതയോളം കാണുന്ന കാഴ്ചപ്പാടുകളുടെ ഒരു വിവരണമാണ് 9-ാം അധ്യായം 6-ാം വാക്യത്തിലുള്ളത്. 9-ന്റെ 6-ാമത് വാക്യം എന്ന് പറയുന്നത് സാധാ ഒരു പ്രയോഗമല്ല. അതങ്ങ് നിത്യതയിലേക്ക് നമ്മെ വിരൽ ചൂണ്ടുന്നൊരു സംഗതിയാണ്. നമ്മുടെ കർത്താവ് ഒടുവിൽ നിത്യപിതാവായി അവനോടൊപ്പം നാം നിത്യയുഗങ്ങൾ വാഴുന്ന ആ അനുഗ്രഹീതമായ അവസ്ഥ. ദൈവവൈതനന്റെ കാലഘട്ടം എന്ന് പറയുന്നത് കുറെ കാലത്തേക്കൊന്നുമല്ല. ഏറിയാൽ 80 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ മരുഭൂപ്രയാണത്തിൻ്റെതാണെങ്കിൽ അതിനപ്പുറത്ത് ആർക്കും കുത്തി നിർത്താൻ കഴിയാത്തൊരു നിത്യത കിടപ്പുണ്ട്. ആ നിത്യതയുടെ ദർശനമാകരാറിൽ ലഭിക്കപ്പെടത്തക്ക നിലയിലുള്ള ഒരു ഉറപ്പ് തന്നിരിക്കുകയാണ് നമുക്ക് യെശയ്യാ പ്രവാചകൻ. ആ ഉറപ്പ് ലഭിക്കപ്പെട്ടവരെ കർത്താവിനെ സ്തുതിക്കട്ടെ. കാലഘട്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവമല്ല, നിത്യതയിലേക്കുള്ള ദർശനം. ഹല്ലേലൂയ. അപ്പൊ തെളിവ് മനസ്സിലായല്ലോ, യേശു വരുമെന്നുള്ളത് വന്നേ പറ്റൂ. 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 2 കാര്യങ്ങൾ നിറവേറി. ശിശു ജനിക്കുമെന്ന് പറഞ്ഞ പോലെ എന്തോ ചെയ്തു? ശിശു ജനിച്ചു. മകനെ നൽകുമെന്ന് പറഞ്ഞ പോലെ എന്തോ ചെയ്തു? മകനെ നൽകുമെങ്കിൽ ആധിപത്യം വഹിക്കാൻ അവൻ വരിക തന്നെ ചെയ്യും. ആധിപത്യം വഹിച്ച് പറ്റൂ കർത്താവ്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ രാജ്യങ്ങളും അവിടുത്തെ പൗരന്മാർ, വിലയേറിയ സമ്മതിദാനാവകാശം ആഞ്ഞടിച്ചുറപ്പിക്കുന്ന പൗരന്മാർ വല്ലാതെ മനസ്താപപ്പെടുക, അവരൊക്കെ തന്നെ കുത്തിക്കയറ്റിവിട്ട് അവരോധിച്ച അധികാര കസരയിലേക്ക് അവരോധിച്ചവർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേട് കണ്ടിട്ട് അബദ്ധമായി പോയല്ലോ എന്നെല്ലാവരും ശങ്കിക്കുന്നു. ഇനി അബദ്ധം പറ്റരുത്, മാറിക്കുത്തണമെന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്റെ കർത്താവ് ഈ ഗതികേടുകളെ വകഞ്ഞു മാറ്റി വാരി മാറ്റിക്കൊണ്ട് ഒരത്ഭുതകരമായ ഭരണം ഇവിടെ കാഴ്ചവെക്കും. ആ ഭരണകാലത്തിൽ നമ്മൾ ഭരിക്കപ്പെടുന്നവരല്ല, നമ്മൾ അവനോടൊപ്പം ഭരണം നടത്തുന്നവരായിരിക്കും. വിശുദ്ധ ജീവിതവും ഭക്തിയും ഉണവ് വരാതെ പിഴവ് വരാതെ കർത്താവിനൊപ്പം നിൽക്കുമെങ്കിൽ നാം അവനോടൊപ്പം ഭരണം നടത്തുന്നവരായിരിക്കും. ആ പ്രത്യാശയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പഴയ നിയമത്തിന്റെ അച്ഛത്തെ അവസാനിപ്പിക്കുന്നു. പുനരാഗമനത്തിന്റെ ഉറപ്പ് പുതിയ നിയമത്തിലും കൂടെ നോക്കിക്കാണുന്നത് നല്ലതായിരിക്കും. പുതിയ നിയമത്തിൽ ഒരു വാക്യം ഞാൻ തരട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം 7-ാമത് വാക്യം. ഇതാ ഞാൻ വരുന്നു. ആ വാക്യം നമുക്ക് പരിചിതമാണ്. 40-ാം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ചിരിക്കുന്ന എബ്രായ ലേഖനത്തിലൊരു വാക്യം, ഇതാ ഞാൻ വരുന്നു. എപ്പോൾ പറഞ്ഞതെന്നറിയാമോ? ആരെനിക്ക് വേണ്ടി പോകുമെന്ന സ്വർഗത്തിന്റെ ശബ്ദത്തിന് അനുഗ്രഹീതമായൊരു പ്രതികരണം. ദൂതന്മാരാരും മിണ്ടാതിരുന്നപ്പോൾ നമുക്ക് വേണ്ടി ഒരുവൻ പറയുന്നു, ഞാൻ പോകാം, എന്നെ അയക്കണമേ. ഞാൻ വരുന്നു എന്ന് പറയുക മാത്രമല്ല, കർത്താവ് എന്തോ ചെയ്തു? വന്നു. പ്രൈസ് ദി ലോർഡ്. വരാം എന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, അവൻ വന്നു. വന്നിട്ട് പിതാവിന്റെ ഇഷ്ടം എന്തോ ചെയ്തു? നിവർത്തിച്ചു. എന്തായിരുന്നു ഇഷ്ടം? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇഷ്ടം? ആ ഇഷ്ടത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് യേശുവിനോട് നമ്മൾ കൂടുതൽ അണയുന്നത്. നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരാം. പപ്പായ്ക്കതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഏറ്റു, മമ്മിക്കതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഓരോ കുഞ്ഞുങ്ങളും ആ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസാരമായി വർത്തിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ആ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് ആ പപ്പായ്ക്ക് ഇഷ്ടമെങ്കിൽ ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ അവിടെ പോകണമെന്നുള്ളതാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ഞാനത് ചെയ്യാം.
എന്ന് പറഞ്ഞ് മക്കൾ വിധേയപ്പെടുന്നു. ആ ഇഷ്ടങ്ങളൊക്കെ അവരുടെ ഭാവിയെ സുഭദ്രമാക്കാനുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഇവിടെ ഒരു പിതാവ് ഇഷ്ടപ്പെടുന്നു തന്റെ മകനെ കുറിച്ച്. എന്തുമാണ് മകനെ കുറിച്ച് ഇഷ്ടപ്പെടുന്നത്? യെശയ്യാ 53:10 ആ ഇഷ്ടത്തിന്റെ വിശദീകരണം നമ്മൾ വായിക്കുന്നു. യെശയ്യാ 53:10 എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് എന്റെ ജനത്തിനു വേണ്ടി തകർക്കപ്പെടാൻ ഒരുവൻ പോകണം. ആ പോകും എന്ന് ചോദിക്കുമ്പോ ആ ഇഷ്ടം ഞാൻ എന്നിൽ നിവർത്തിക്കാം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഓ, നമ്മുടെ കർത്താവ് എത്ര മഹനീയമാണ്! വിട്ടുപോകാൻ പറ്റുമോ ഈ കർത്താവിന്? അവനെ വഴിത്താതെ ഒറ്റയ്ക്കാക്കി നമുക്ക് പോകാൻ പറ്റുമോ? നമ്മുടെ തകർച്ച മാറ്റേണ്ടതിന് വേണ്ടി നമുക്കായി തകർന്നവനാണ് അവൻ. മനസ്സിലാവുന്നുണ്ടോ? തകർന്ന കർത്താവ്, നമുക്ക് വേണ്ടി തകർന്നുടഞ്ഞു പോയ കർത്താവ്. സ്തോത്രം! ഒരു മൺപാത്രം ഉടയുന്നത് പോലെ തകർത്ത് കളവാൻ യഹോവയ്ക്ക്. ഞാനൊരു വലിയ ചിന്ത പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോ. ലേവ്യ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: മാംസം വേവിച്ച ആ കലം മൺപാത്രം ഉടച്ചു കളയണം. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? മഹാപാപ പരിഹാരത്തിന് വേണ്ടി യാഗമർപ്പിക്കേണ്ടതിന് വിശേഷവിധിയായ ഒരു യാഗം നടത്തുന്നുണ്ട്. അതൊരു മൺകലത്തിൽ ആ മാംസം ഇട്ട് വേവിക്കണമെന്ന. മാംസം വേവിച്ച ആ കലം എന്തോ ചെയ്യണം? ഉടച്ചു കളയണം. പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. സ്തോത്രം! പാപപരിഹാരത്തിന് വേണ്ടി ആടിനെ യാഗമാക്കിയതായിരിക്കുന്ന ആ മൺപാത്രം ഉടച്ചു കളയുന്നത് എന്തിനായിരുന്നെന്ന് അന്ന് ആർക്കും അതറിയുമായിരുന്നില്ല. സകലജനത്തിന്റെയും പാപത്തിനു വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട ആ കുഞ്ഞാടിനെ വേവിച്ച കലം, മനസ്സിലായോ? അതങ്ങ് ഉടച്ചു കളയുകയാണ്, പിന്നത് ഉപയോഗിക്കുന്നില്ല. എന്നതുപോലെ തന്നെ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവന്റെ മൺപാത്രം, മൺകുടം ഉടച്ച് തകർത്ത് കളഞ്ഞു. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. പിതാവിന് ഇഷ്ടം തോന്നി അവനെ ഉടച്ചു കളയുവാൻ. പീലാത്തോസ് ജനത്തിന്റെ ഇഷ്ടത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ലൂക്കോസിന്റെ സുവിശേഷം 23:25 രണ്ട് വാക്യങ്ങൾ കണക്ട് ചെയ്തോണം. രണ്ട് ഇഷ്ടങ്ങൾക്ക് യേശു വിധേയനാകുകയാണ്. പിതാവിന്റെ ഇഷ്ടം, അതാണ് യെശയ്യാ 53:10. ജനത്തിന്റെ ഇഷ്ടം, അതാണ് ലൂക്കോസ് 25:23. അപ്പോൾ യെശയ്യാ 53:10, ലൂക്കോസ് 23:25. ഈ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് സമന്വയിക്കപ്പെടുമ്പോ നമ്മുടെ കർത്താവ് ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെടുകയാണ്. അതാ എബ്രായർ 10:7 പറയുന്നു: നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു. ആ ഇഷ്ടത്തിനൊടുവിൽ അവൻ എങ്ങനായെന്നറിയാമോ? പ്രവാചകൻ തന്നെ അക്ഷരം കൊണ്ട് വരച്ചു കാട്ടുന്നു: കണ്ടാൽ ആളറിയാത്തവനായി മാറി. ഹല്ലേലൂയ! ഞാൻ വരാം എന്ന് പറഞ്ഞവൻ ഇതൊക്കെയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ ആകാനാണെങ്കിൽ, തകർക്കപ്പെടാനാണെങ്കിൽ, ഉടച്ചു കളയാനാണെങ്കിൽ എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ് പുറകോട്ട് ഉൾവലിഞ്ഞില്ല. ദേ കേറി വരുന്നു. ആരെ തിരയുന്നു എന്ന ചോദ്യം യേശുവിനെ തിരയുന്നു. ഞാനാണ് എന്ന് പറഞ്ഞ് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒടുവിൽ ഗോൽഗോഥ വരെ അവൻ അനുഭവിക്കുന്ന വ്യതകൾ ഭയാനകങ്ങളാണ്. മനസ്സിലായില്ലേ? അങ്ങനെ തകർക്കപ്പെടുവാൻ ഒരിക്കൽ അവൻ വന്നു. തകർക്കപ്പെടുവാൻ ഒരിക്കൽ വന്നവൻ ആ ശുശ്രൂഷയെല്ലാം നിവർത്തിച്ചിട്ട് വീണ്ടും പിതാവിന്റെ സവിധത്തിലേക്ക് എന്തോ ചെയ്തു? കരയേറിപ്പോയി. കരയേറി പോകുന്ന വഴിത്താരയിൽ നമ്മളോട് പറഞ്ഞിട്ട് പോയ മഹത്തായ ഒരു വാഗ്ദത്വമുണ്ട്, ഒരു സുവർണ വാഗ്ദത്വം, വിലയേറിയ വാഗ്ദത്വം, വിശേഷതയേറിയൊരു വാഗ്ദത്വം. എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 22:20. ഞാൻ വേഗം വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തോ ചെയ്യും? വേഗം. അപ്പൊ ഒരിക്കൽ വരുമെന്ന് പറഞ്ഞതുപോലെ എന്തോ ചെയ്തു? വന്നു. അങ്ങനെയാണെങ്കിൽ ഇനി വരും എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്യും? വരും. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഒരിക്കൽ വരും, ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്തോ ചെയ്തു? വന്നു. പക്ഷേ ഇനിയും ഓർത്തോണം, ആ കർത്താവ് തന്നെയാ പറഞ്ഞത്, ഇതാ ഞാൻ വരുന്നു എന്നല്ല, പിന്നെ വേഗം എന്നൊരു പ്രയോഗമുണ്ട്. വേഗം വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ എബ്രായ ലേഖനകാരൻ ആ വാക്കുകളെ ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ പറയുക, വരാനുള്ളവൻ വരും, എന്ത് ചെയ്യത്തില്ല? താമസിക്കുകയില്ല. ബോധ്യമായ എത്ര പേരുണ്ട്? എബ്രായ ലേഖനത്തിൽ യേശുവിന്റെ പുനരാഗമനത്തിന്റെ അനുഗ്രഹീതമായ ഈ ഉറപ്പ് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണാൻ കഴിയുമ്പോൾ അടുത്ത വാക്യങ്ങളാണ് പ്രസക്തമായിട്ടുള്ളത്. 38-ാമത് വാക്യം വായിച്ച്. എബ്രായ ലേഖനം 10:38 വാക്യം. ഈ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ജനതയുടെ ഹൃദയത്തിലേക്ക് ആഴ്ത്തിപ്പതിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരാത്മീയ ചിന്തയാണ്. വായിച്ച്. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വരും, വരാതിരിക്കില്ല. വരാനുള്ളവൻ വരും, താമസിക്കില്ല.
എന്ന് പറയുമ്പോൾ ആ അല്പകാലം എത്രയെന്നറിയാത്തത് കൊണ്ട് അത് വന്നണയുന്നത് വരെ എങ്ങനെ ജീവിച്ചോണം? വിശ്വാസത്താൽ ജീവിച്ചോണം. പിന്മാറാതെ വിശ്വാസത്തിൽ ജീവിക്കണം. മനസ്സിലാകുന്നുണ്ടോ? യെശയ്യാപ്രവചനം 28-ാം അധ്യായത്തിലും റോമാലേഖനം 10-11 വാക്യത്തിലും എബ്രായ ലേഖനം 10-38 വാക്യത്തിലും ആവർത്തിച്ചിരിക്കുന്ന ഒരൊറ്റ വാക്യമാണ് വിശ്വസിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ എന്നുള്ളത്. കണ്ടോ? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഉണ്ടല്ലേ? യെശയ്യാപ്രവചനത്തിൽ ആ വാക്യം 28 പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. റോമാലേഖനം 10-11 പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. കണ്ടില്ലേ? അപ്പം ഈ വിശ്വാസത്താലുള്ള ജീവിതത്തിന് കൂടുതൽ ആക്കം നൽകുന്ന ഒരു അനുഗ്രഹിത പ്രയോഗമാണ് 38ാമത് വാക്യം. ഞാനതിനെ ഇങ്ങനെ പറഞ്ഞ് ആ ഭാഗത്തെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ പുനരാഗമന പ്രതീക്ഷ അകതാലിൽ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ നോക്കി പാർത്തിരിക്കുന്ന ജനത എങ്ങനെ തന്നെ ജീവിക്കണമെന്ന് വിശ്വാസത്തിൽ തന്നെ ജീവിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു സംസ്കാരമാണ്, ഒരു വിശേഷതയാർന്ന സംസ്കാരമാണ്. അതിൽ നിന്ന് പിഴച്ചു പോകാതെ വിശ്വാസത്തിന്റെ തനിമയിൽ നിലകൊള്ളാൻ എനിക്കും നിങ്ങൾക്ക് കഴിയണം. എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കുമെന്ന്? വിശ്വാസത്താൽ. അവന് ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന വിശ്വാസത്തിന്റെ തനിമയാർന്ന സകല സംഗതികളും കർത്താവ് ഇവിടെ സംവിധാനം ചെയ്തിരിക്കുമ്പോൾ വിശ്വാസത്തിനെതിരെയുള്ള സകല വിധമായിരിക്കുന്ന പോരാട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പരാജയമടയാതെ നിൽക്കുന്നവനാരോ അവന് മാത്രമേ കാഹളനാദം പ്രയോജനമാകുകയുള്ളൂ, വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടാൻ കഴിയുകയുള്ളൂ. വിശ്വാസത്തിന്റെ താളം പിഴച്ചുപോയ, വിശ്വാസത്തിന്റെ ആ ദർശനം നഷ്ടപ്പെട്ടു പോയ, വിശ്വാസത്തിന്റെ ചൂടും ചൂടയും നഷ്ടപ്പെട്ടു പോയ ഒറ്റ വ്യക്തിക്കും ഈ വരവ് പ്രയോജനമാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ തനിമ, അതിന്റെ സംസ്കാരത്തെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. 39ാമത് വാക്യം വളരെ ഗൗരവമായ ഒരു മുന്നറിയിപ്പ് നമുക്ക് തരികയാണ്. എന്താ 39ൽ പറയുന്നത്? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. വിശ്വാസത്തിന്റെ തനിമയിൽ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ യാത്ര എങ്ങോട്ടായിരിക്കും? നാശത്തിലേക്കായിരിക്കും. പക്ഷേ ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്ന ഒരു കാര്യമില്ല, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെ എവിടെ? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. രണ്ടു കൂട്ടം ആളുകളുണ്ട് ലോകത്ത്, രണ്ടു കൂട്ടം ആളുകൾ. ഒന്ന്, നാശത്തിലേക്ക് നിവദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ. ഓരോ നിമിഷവും നാശത്തിലേക്ക് തന്നെ പൊക്കൊണ്ടിരിക്കുകയാണ് അവർ. കണ്ടോ? നാശത്തിലേക്ക് പോവുകയാണ്. പക്ഷേ മറ്റൊരു കൂട്ടം ആളുകളെ ഇവിടെ ലേഖനകാരൻ പറയുന്നു, വിശ്വസിച്ച് എന്തോ പ്രാപിക്കുക? അവര് ജീവരക്ഷ പ്രാപിക്കും. അവ ജീവരക്ഷയ്ക്കുള്ളതായിരിക്കുന്ന വഴി വിശ്വാസമാണ്. ആരിലുള്ള വിശ്വാസമാണ്? ക്രിസ്തുയേശുവിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം ഒരു സംസ്കാരമാണെന്ന് ഞാൻ പറഞ്ഞു. ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആത്മീയമായ അനുഭവമാണ്. അതിന് പിഴവ് വന്നു പോയാൽ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലായി പോകും. രണ്ട് സാധ്യതയുള്ളൂ. ഒന്നുകിൽ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലാകുക, അതല്ലെങ്കിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുക. എങ്ങനെയാ നാശത്തിലേക്ക് പോകുന്നതെന്നറിയാമോ? വളരെ വിലപ്പെട്ട ചിന്തയാണ്. അവിടെ നിന്നുകൊണ്ട് വിശകലനങ്ങൾ അന്വേഷിക്കുമ്പോൾ നാശത്തിലേക്ക് പോകുന്നവരാരാ? ഇവിടെ ഒരുപക്ഷെ അത് കൂടുതൽ വിവരിക്കപ്പെടേണ്ടതില്ലായിരിക്കാം. പക്ഷേ ആ ചിന്ത നാം മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറയാം. ആരാ നാശത്തിലേക്ക് പോകുന്നത്? അല്ലല്ല, നിങ്ങളും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ എന്തോ ചെയ്യും? നശിച്ചു പോകും. അപ്പൊ മാനസാന്തരപ്പെടാത്തവൻ എന്തോ ചെയ്യുമെന്നാ? നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണ്. ദൈവവചനത്തിന്റെ ആലോചനകൾ കേട്ടിട്ട് മുമ്പേ ഞാൻ പറഞ്ഞ ആ മാനസാന്തരങ്ങൾ രണ്ടെണ്ണമുണ്ടല്ലോ. ഭൗതിക ലോകം മാനസാന്തരപ്പെടണം, ക്രിസ്തുവിലേക്ക് വന്ന് മാനസാന്തരപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ദൈവമക്കൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാതെ വഴിവിട്ട് ആത്മീയ അധപ്പതനത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അവരോട് പറയുന്നു, മാനസാന്തരപ്പെടായികയാൽ ഞാൻ വരും, നിനക്കുള്ളത് ഞാൻ എടുത്തു മാറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് ഒരിക്കലായി നടന്ന കാര്യമല്ല. മാനസാന്തരം ദിനേന നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. മാനസാന്തരപ്പെട്ടതിന്റെ കാര്യം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നതിന്റെ കാര്യം. എന്നുവരെ ഈ ഫലത്തോട് നിൽക്കണം, എന്നുവരെ മാനസാന്തരത്തിന്റെ സംസ്കാരത്തിൽ നിൽക്കണം. വരാനുള്ളവൻ വരുന്നത് വരെ. ഹല്ലേലൂയ. മാനസാന്തരത്തിന് യോഗ്യമായ ജീവിതം നയിക്കാതെ ഇരിക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു ജഡീകമായ അവസ്ഥയിലാണ് നാം ജീവിക്കുക. ആത്മാവ് രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടാത്ത ജഡത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നു ആത്മാവിനെ. അതാ ഇതിനകത്തെ വിരോധാഭാസം. ശ്രദ്ധിക്കുന്നുണ്ടോ? അത് നമ്മളെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തോ രക്ഷിക്കപ്പെട്ടെ?
ആത്മാവ് രക്ഷിക്കപ്പെട്ട, ജഡം എന്തോ ചെയ്തിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ട ആത്മാവിനെ ദൈവം എവിടെ ആക്കിയിരിക്കുന്നു? രക്ഷിക്കപ്പെടാത്ത ജഡത്തിൽ. കണ്ടോ വിരോധാഭാസം മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട ആത്മാവിനെ ദൈവം എവിടെയാക്കി? രക്ഷിക്കപ്പെടാത്ത ജഡത്തിൽ. എന്നിട്ട് ഈ ജഡത്തെ എവിടെയാക്കിയെന്ന് അറിയാമോ? രക്ഷിക്കപ്പെടാത്ത ലോകത്തിൽ. കണ്ടോ? അപ്പൊ ലോകം എന്ത് ചെയ്തിട്ടില്ല? രക്ഷിക്കപ്പെട്ടിട്ടില്ല. ജഡവും എന്ത് ചെയ്തിട്ടില്ല? രക്ഷിക്കപ്പെട്ടില്ല. പിന്നെ എന്തോ രക്ഷിക്കപ്പെട്ട്? നമ്മുടെ ആത്മാവാണ്. ഇനി ചിന്ത കേട്ടോ, രക്ഷിക്കപ്പെടാത്ത ജഡത്തിൽ, രക്ഷിക്കപ്പെടാത്ത ഈ ജഡം രക്ഷിക്കപ്പെടാത്ത ലോകത്തിലാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ട ആത്മാവ് ഈ ജഡത്തിൽ അധിവസിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുക? രക്ഷിക്കപ്പെടാത്ത ജഡവും രക്ഷിക്കപ്പെടാത്ത ലോകവും രക്ഷിക്കപ്പെട്ട ജഡത്തോ ആത്മാവിനോട് സദാ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു? പോരാട്ടം നടത്തുന്നു. അതാണ് ആത്മീയ യുദ്ധസേവ. ആ യുദ്ധസേവയിൽ തോറ്റുപോകുന്ന ഒരുത്തനും വരാനുള്ളവനൊപ്പം ചേക്കേറുകയില്ല. അവൻ നാശത്തിലേക്ക് പോകുന്ന കൂട്ടത്തിലായിരിക്കും. ഈ ജഡത്തിന്റെ അധമ സംസ്കാരം, ഈ ജഡത്തിന്റെ വികാര വിക്ഷോഭങ്ങൾ, ഈ ജഡം ഉതിർത്തുവിടുന്ന ആവേഗ നിയോഗങ്ങൾ, ഈ ജഡം ഉതിർത്തുവിടുന്നതായ പാപരാഗങ്ങൾ, ഈ ജഡം ഉതിർത്തുവിടുന്ന ആസക്തികളും തൃഷ്ണകൾക്കുമൊക്കെ നമ്മുടെ ജീവിതത്തെ നാം അടിയറ പറയുന്നുവെങ്കിൽ വരാനുള്ളവൻ വരും, താമസിക്കയില്ല. ഈ ജഡം കൊണ്ട് മലിനപ്പെട്ടു പോയ ഒറ്റ വ്യക്തിയും ആ വരവ് കൊണ്ട് പ്രയോജനമില്ലാതെ പോകും. അതുകൊണ്ട് നാശത്തിലേക്ക് പോകാതെ ഈ ആത്മാവിന്റെ സംരക്ഷണം അകതാരിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. ബോധ്യമാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നാശത്തിലേക്ക് പോകുന്നത് ഒരു വല്ലാത്ത അനുഭവമാണ്. നിത്യനാശമാണ്, സാധാ നാശമല്ല. വരവ് കഴിഞ്ഞാൽ പിന്നീട് രക്ഷപ്പെടാൻ സൗഭാഗ്യങ്ങളോ അവസരങ്ങളോ ഓപ്ഷനോ ഇല്ല. അത് എന്നേക്കുമായിട്ടുള്ളൊരു പോക്കാണ്. അതാണ് നിത്യനാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വഴിത്താരകളിൽ ഇനി എവിടെയാ മാനസാന്തരപ്പെടേണ്ടത്? നാം ക്രമീകരിച്ച ഉപവാസ ദിനങ്ങൾ തീരാൻ ഇനി കുറെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എവിടെയാ നമ്മൾ മാനസാന്തരപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീണ്ടും വിചാരം അനിവാര്യമാണ്. ഒട്ടനവധി ആത്മീയ ജീവിതത്തിന്റെ ക്രൈസ്തവീയതയുടെ നാൾവഴികളിൽ കൈവരിക്കേണ്ട പ്രായോഗിക ഉപദേശങ്ങളുടെ ഒട്ടനവധി പ്രസംഗങ്ങൾ, പഠിപ്പിക്കലുകൾ, ദൂതുകൾ, അരുളപ്പാടുകൾ നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു. ഇനിയും മറുത്തു മത്സരിക്കുന്നെങ്കിൽ 39ാമത് വാക്യത്തിലെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ മാറും, നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ. അത് വരാതിരിക്കാൻ കർത്താവ് കുറ്റക്കാരനാകത്തില്ല. കാരണം കേൾപ്പിക്കേണ്ടതെല്ലാം കേൾപ്പിച്ചു, നമ്മളെ അറിയിക്കേണ്ടതെല്ലാം അറിയിച്ചു, നമ്മെ തരാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞു, നടത്താനുള്ളതുപോലെ എല്ലാം അവൻ നടത്തി തന്നു കഴിഞ്ഞു. ഒന്നിനും അവൻ മുടക്കം വരുത്തിയിട്ടില്ല. ഇനിയും നമ്മുടെ മാനുഷികമായ ദുർഗുണങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ട് നാം മുൻപോട്ട് നീങ്ങുകയാണെങ്കിൽ വരാനുള്ളവൻ വരുന്ന നാളിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ നാം ശ്രദ്ധിച്ചേ മതിയാകുകയുള്ളൂ. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയുന്ന ചിന്തകൾ? വരാനുള്ളവൻ വരുന്നത് വരെ വിശ്വാസ സംഹിതയിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കാൻ കഴിയണം. വിശ്വാസത്തിന്റെ മാനദണ്ഡം വിശുദ്ധ ബൈബിളാണ്. അനുഗ്രഹീതമായ ഗ്രന്ഥത്തിന്റെ വിചിന്തനങ്ങളെ അങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആത്മീയ ജീവിതത്തിന്റെ തലങ്ങളെ പ്രകാശമാനമാക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വരാനുള്ളവൻ വന്ന് തനിക്കുള്ളവരെ ചേർത്ത് കൊണ്ടുപോകും. എന്റെ പകൽ പഠിച്ചത് തനിക്കുള്ളവർ, യേശുവിനുള്ളവർ, കർത്താവിനുള്ളവർ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലാകരുത്, അവന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലാകണം. ആത്മീയ ജീവിതത്തിന്റെ ഒട്ടനവധി സൗഭാഗ്യങ്ങളെ കർത്താവ് നമുക്ക് തന്നു കഴിഞ്ഞിട്ട് കൈവിടപ്പെട്ടു പോകുന്നവരുടെ മണ്ഡലത്തിലേക്ക് നമ്മൾ മാറാതിരിക്കുക. നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. അത് താല്പര്യപ്പെടുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ ആഗ്രഹം അകതാരിൽ നന്നായി നിറഞ്ഞു നിൽക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എബ്രായ ലേഖനകാരൻ വിശ്വാസം എന്ന വിഷയത്തിന് ആധികാരികത കൊടുക്കുന്നയാളാണെന്ന് 11ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ എന്തോ ഇല്ല, പ്രസാദമില്ല. ഇത് വ്യക്തമായി പറഞ്ഞ ശേഷം 11ാമത് അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസം കൊണ്ട് മാത്രം ജീവിതത്തെ ആത്മീയ സമ്പുഷ്ടമാക്കിയ ഒട്ടനവധി ആളുകളുടെ ഒരു ചരിത്ര രേഖ നമ്മുടെ മുമ്പിലേക്ക് നിരത്തുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ 10ഉം 11ഉം അധ്യായത്തിന്റെ കണക്ഷൻ? 10ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ വിശ്വാസം വിട്ടുഴന്ന് പോകുന്നവന് വരവ് കൊണ്ട് ഗുണമില്ലെന്ന് പറഞ്ഞു തന്നിട്ട് വിശ്വാസത്തിന്റെ ആധികാരികതയും അത് മുറുകെ പിടിക്കേണ്ടതിന്റെ ആവശ്യകതയും ബോധ്യമാക്കാന് വിശ്വാസ വീരന്മാരുടെ ഒരു ജീവിത രേഖ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു.
മരിച്ചു മൺമറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോൾ ലേഖനകാരൻ പറയുന്നത് അവരൊക്കെ ഇമ്പങ്ങളുടെ പർദീസയിൽ തിളക്കത്തോടെ നിൽക്കുന്നു. ഹാബേൽ മുതൽ തുടങ്ങുകയാണ്. മനസ്സിലായില്ലേ? എബ്രായ ലേഖനം 11-ാം അധ്യായം എന്ന് പറയുന്നത് അതിന്റെ കുറേയേറെ ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ കുറെ അധ്യായങ്ങളെ അങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് ചേർത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം മുതൽ ഏതാണ്ട് 11-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ 12 മുതൽ അബ്രഹാമിനെയും കൂടെ ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അടക്കമുള്ള ആ അനുഗ്രഹീതരായ പിതാക്കന്മാരുടെ ഒരു വഴി കൂടെ. എന്താ ഞാൻ പറഞ്ഞത്? ഈ പിതാക്കന്മാർ മുഴുവനും, ഈ രാജപ്രമുഖന്മാർ മുഴുവനും, ഇതിനകത്തെ ന്യായാധിപ ശ്രേഷ്ഠന്മാർ മുഴുവനും ഏതെങ്കിലും കരുത്തുകൊണ്ടല്ല, വാളുകൊണ്ടല്ല, വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ജീവിത സംസ്കാരത്തെ പൂരിപ്പിച്ചവരും ദൈവത്തെ പ്രസാദിപ്പിച്ചവരുമാണ്. ആ ഒരു രേഖ നമ്മുടെ മുമ്പിൽ ഇത്ര സ്പഷ്ടമായി അവതരിപ്പിക്കുമ്പോൾ നോക്കിക്കാണണം നമ്മൾ അവരെ എല്ലാവരെയും. അവരുടെ ജീവിത വഴിത്താര വിശ്വാസത്തിന്റെ തലത്തിൽ മാത്രമായിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് അവരുടെ കൈമുതലായിട്ടുണ്ടായിരുന്നത് വിശ്വാസം മാത്രമായിരുന്നു. കൽദായരുടെ ഊര് വിട്ട് പോരുമ്പോൾ അബ്രഹാമിന് കൈവശമുണ്ടായിരുന്നത് വിശ്വാസമായിരുന്നു. ആരിലുള്ള വിശ്വാസം? ലേഖനകാരൻ പറയുന്നു, റോമാലേഖനം പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിലുള്ള വിശ്വാസം. മനസ്സിലായില്ലേ? ആ ഒരു വിശ്വാസം മാത്രം കൈമുതലായി കൊട്ടിക്കൊണ്ടാണ് അദ്ദേഹം കൽദായരുടെ ഊര് മുതൽ 900 മൈൽ വടക്കോട്ട് യാത്ര ചെയ്യുന്നത്. അവിടെ വന്ന ശേഷം വീണ്ടും അപ്പനൊരു സഹായമായിരുന്നു. അപ്പൻ അവിടെ കുഴിമാടം തീർത്തിട്ട് വീണ്ടും കനാനിലേക്ക് യാത്ര ചെയ്ത് ഇറങ്ങുമ്പോഴും വിശ്വാസമേ കൈമുതലായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ വിശ്വാസം കൈമുതലായിട്ടുണ്ടായിരുന്നവൻ പിന്നീട് ബഹു സമ്പന്നനായി മാറി. ഒരു പ്രത്യേക പ്രവിശ്യ മാത്രം ദൈവം ആദ്യം അവന് കൊടുത്തെങ്കിലും ഒടുവിൽ ഭൂമി മുഴുവനും അവൻ അവകാശമായി കൊടുത്തു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്നറിയാമോ? വിശ്വാസം കൈമുതലായിട്ടുള്ളവൻ അന്യാധീനപ്പെട്ടു പോകത്തില്ല, അവന് വഴിയാധാരമായി പോകത്തില്ല. നാം വിശ്വസിക്കുന്നത് ആരെയാണെന്ന് നാം അറിയുന്നു. നമ്മൾ വിശ്വസിക്കുന്നത് ആരെയാ, എന്താ നമ്മൾ വിശ്വസിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. വിശ്വാസത്തിന്റെ ദൃഢതയിൽ ഉറപ്പായി നിൽക്കുന്നവന് മാത്രമേ വരാനുള്ളവന്റെ വരവ് കൊണ്ട് ഗുണമാകൂ. ഇനി 11-12 കയറുമ്പോ എന്താ പ്രയോഗം? തുടക്കം ഇങ്ങനെയാണ്: സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. വരവ് നോക്കി പാർത്ത് കഴിയുന്ന വിശ്വാസിയുടെ ഹൃദയത്തിൽ പിന്നെയും ലേഖനകാരൻ പ്രബോധിപ്പിക്കുക. വിശ്വാസയാത്രയിൽ വഴിത്താരയിൽ നിന്നുകൊണ്ട് ഒളിമ്പിക്സ് നടക്കുമ്പോൾ കൺകുളിർക്ക് ആരാ വിജയിക്കുന്നതെന്ന് കാണാൻ ആ ഓഡിറ്റോറിയം മുഴുവനും, ട്രാക്കിന് ഇരുവശങ്ങൾ മുഴുവനും തിങ്ങിക്കൂടി നിൽക്കുന്ന ജനാവലി കരമടിച്ചുകൊണ്ട് ഏതെങ്കിലും രാജ്യക്കാരൻ മുൻപേ വരട്ടെ, പക്ഷേ അവന് പ്രോത്സാഹനം കൊടുക്കേണ്ടതിന് കരമടിച്ചുകൊണ്ട് വിളിക്കുന്ന ഒരു ജനാവലിയെ കണ്ടിട്ടുണ്ടോ? എന്നതുപോലെ നാം ഓടുന്ന ഓട്ടക്കളത്തിന് ഇരുവശവും വിശ്വാസത്തിൽ പൂച്ചെണ്ട് വാങ്ങിയ, വിശ്വാസ ജീവിതത്തിൽ അവാർഡ് വാങ്ങിയ അന്ന് ഹാബേൽ മുതൽ ഇങ്ങോട്ടുള്ള പ്രമുഖ താരങ്ങൾ എനിക്കും നിങ്ങൾക്കും ആവേശം തരാൻ ഈ പോർക്കളത്തിന്റെ ഇരുവശങ്ങളിലുമുള്ളപ്പോൾ വീണുടന്ന് പോകുന്നവരായി, നിത്യനാശത്തിന്റെ വഴിത്താരയിലേക്ക് പോകുന്നവരാകാതെ അവരിൽ നിന്ന് ആർജവത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ചരിത്രത്തിന്റെ നാൾവഴികളിൽ നിന്ന് ഒരു പുത്തൻ ആവേശം അകത്താലിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് വരാനുള്ളതിന് വേണ്ടി നോക്കി പാർക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. മാന്യതയോട് വിട പറയാൻ കഴിയണം, അനാത്മികതയോട് വിട പറയാൻ കഴിയണം. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പറ്റിക്കൂടിയ ചില അനാത്മിക പ്രവണതകളോട് യേശുവിന്റെ നാമത്തിൽ വിട പറഞ്ഞിട്ട് നാം അതിൽ നിന്ന് സ്വതന്ത്രമായി പുറത്തു വരുമെങ്കിൽ വരാനുള്ളവന്റെ വരവ് നമുക്ക് വേണ്ടിയാകും. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് പറയും? വിശ്വാസത്തിന്റെ സംസ്കാരത്തിന് ചേരാത്ത പല പ്രവണതകളും ആത്മീയ തലത്തിൽ പറ്റാരം പോലെ പറ്റിക്കൂടുന്ന പ്രവണതകളുണ്ട്. അതിനെ പാടെ പറിച്ചെറിഞ്ഞ് ഒരു പൂർണ്ണ ശുദ്ധീകരണത്തിന് വേണ്ടി നിൽക്കാനാ ദൈവം നമ്മെ കുറിച്ച് ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉണർവിന്റെ വാചകങ്ങൾ അതിനകമ്പടി സേവിച്ചുകൊണ്ട് ആരാധിക്കുന്ന കുറേയേറെ നിമിഷങ്ങളുടെ ആ ഒരു ആത്മസുഖം മാത്രമല്ല, നടന്നു പോകുന്ന ഏകാന്തതയുടെ വഴിത്താരകളിലും പ്രാണനാഥന്റെ മടങ്ങിവരവന്റെ കാലച്ച കേൾക്കാൻ, ആ കാരണത്തിന്റെ ശബ്ദം കേൾക്കാൻ, ആ അനുഗ്രഹീതമായ കാരണത്തിന്റെ നാദം കർണകുടത്തിൽ വന്നേക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ആത്മീയ ജീവിതം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. മരുഭൂമി ജീവിതത്തിന്റെ അവസ്ഥാവിശേഷങ്ങൾ ഉടയവന്റെ കണ്ണിന് പ്രസാദമാകണം. പകൽ ഞങ്ങളൊരു വാക്യം പഠിച്ചു, തീക്ഷ്ണമായൊരു വാക്യം. പ്രഭാതത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ദൈവത്തിന്റെ ആത്മാവ് അകതാരിലേക്ക് കോറിയിട്ട് തന്നൊരു വാക്യം പഠിച്ചപ്പോൾ ഞെട്ടിപ്പോയ വാക്യം. ആവർത്തന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. നീ മരുഭൂമിയിൽ നടന്നു വന്നത് യഹോവ അറിയുന്നു. മറക്കരുത് ആ വാക്യം. പകൽ ഉണ്ടായിരുന്നവർ കേട്ടതാ, അവർക്ക് വേണ്ടിയല്ല. ഇല്ലാതിരുന്നവർ അറിയണം ആ വാക്യം. കുവൈറ്റിന്റെ മരുഭൂമിയിൽ, കുവൈറ്റിന്റെ മണ്ണിൽ, അറേബ്യൻ രാജ്യങ്ങളുടെ മരുഭൂമിയുടെ കൊടും താപത്തിലും ഉപജീവനത്തിന്റെ വഴി തേടി വല്ലാതെ വ്യഥ കൊള്ളുന്ന നിങ്ങൾ ഈ വാക്യം ഒരിക്കലും അറിയാതെ പോകരുത്. വായിച്ച ആവർത്തന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ എന്തോ ചെയ്തു? അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിച്ചില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ വന്നതിന് ശേഷം എന്നെ മാത്രം ദൈവം അനുഗ്രഹിച്ചില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അനുഗ്രഹിച്ചു. അതാ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന വീടുകളും തലയെടുപ്പോടെ നിൽക്കുന്ന മണിമന്ദിരങ്ങളും കടബാധ്യതകളെ വീട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളും കുറെ ഉള്ളതിനും വീട്ടാനുള്ള സൗകര്യങ്ങളും സഹോദരങ്ങൾ പുഷ്ടി പ്രാപിച്ചതും മാതാപിതാക്കൾ സന്തോഷമായതും സാധാരണക്കാരായി നാട്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ മാതാപിതാക്കൾ നിങ്ങൾ അയച്ചു കൊടുത്തതായിരിക്കുന്ന നന്മ ബാങ്കിൽ പോയി ഒപ്പിട്ട് എണ്ണി വാങ്ങിക്കുമ്പോൾ ആ കണ്ണ് നിറഞ്ഞ ഒരു പടിയിറങ്ങുന്ന അറിയാമോ? എന്റെ മോള്, എന്റെ മോന്, എന്റെ കൊച്ചുമോൾ, എന്റെ കൊച്ചുമോൻ, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, അവര് ആ നോട്ടുകൾ എണ്ണുമ്പോ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു പോകും കണ്ണുനീര് കൊണ്ട്. അതൊക്കെയാ ഈ വാക്യത്തിലൂടെ പറയുന്നത്. നിന്റെ കൈയുടെ പ്രവൃത്തിയെ ദൈവം എന്തോ ചെയ്തു? അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ മറക്കുന്നില്ല നിങ്ങളിൽ ചിലരുടെ ദുഃഖങ്ങളും വേദനകളും, ചില പ്രയാസങ്ങൾ ഞാൻ മറക്കുന്നില്ല. പക്ഷെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് ഈ വാഗ്ദത്തം തരുന്നത്. ആ കർത്താവ് ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ, കള്ളവണ്ടി കയറിയൊന്നും ആരും ഇവിടെ വന്നിട്ടില്ലല്ലോ. കർത്താവ് നിന്നെ കൊണ്ടുവന്നത് ആകാശമാർഗം. അങ്ങനെയാണെങ്കിൽ നിന്റെ കൈയുടെ പ്രവൃത്തിയെ കർത്താവ് സാധ്യമാക്കും. ഇന്ന് വേദനപ്പെടുന്ന, ഇന്ന് ആകുലപ്പെടുന്ന, ഇന്ന് നിരാശപ്പെടുന്ന എല്ലാ മണ്ഡലങ്ങളെയും കർത്താവ് സാധ്യമാക്കും. ഉറപ്പുള്ളവരെ കർത്താവിനെ സ്തുതിച്ച്, ആശങ്ക ഉപേക്ഷിച്ച് കർത്താവിനെ സ്തുതിക്ക്. കർത്താവ് സാധ്യമാക്കും. പക്ഷെ ഒരു കാര്യം, കർത്താവ് ഈ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കുമ്പോ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അടുത്ത പ്രയോഗം. വായിച്ചേ. ഈ മഹാമരുഭൂമിയിൽ, ഈ മഹാമരുഭൂമി സാധാ മരുഭൂമിയല്ല, പിന്നെ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഓ, കണ്ടോ? നീ സഞ്ചരിക്കുന്നത് അവൻ എന്തോ ചെയ്യുന്നു? എപ്പോ ഇറങ്ങി? ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോയി? ഏതുവഴി പോയി? ആരുടെ കൂടെ പോയി? എന്തിനു പോയി? എത്ര നേരം പോയി? ഇതെല്ലാം ആരറിയുന്നു? മരുഭൂമിയിലെ യാത്ര അവൻ അറിയുന്നു. ആരുണ്ട് ചോദിക്കാൻ? ആരുണ്ട് പറയാൻ? ആരുണ്ട് കാണാൻ? വണ്ടിയുണ്ട് സ്വന്തമായി, ഇല്ലെങ്കിൽ വണ്ടി കയറിപ്പോകാം. മൊബൈൽ ഫോണുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള മൊബൈൽ ഫോൺ. വിരൽത്തുമ്പിൽ എന്തും കയ്യിൽ വരുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ കയ്യിലുണ്ട്. ആരും അറിയുന്നില്ല. ഓ, ഭാര്യ എന്ന ദൂരെയല്ലേ, ഭർത്താവ് എന്ന ദൂരെയല്ലേ, മാതാപിതാക്കൾ എന്ന ദൂരെയല്ലേ, മക്കൾ എന്ന ദൂരെയല്ലേ, വേണ്ടപ്പെട്ടവരാരും അടുത്തില്ലല്ലോ. ഇതൊക്കെ സൗകര്യങ്ങളാണ്. ഏത് സൗകര്യം? 39-ാം വാക്യത്തിൽ പറയുന്ന വിശ്വാസ സംഹാരത്തിൽ നിന്ന് നമ്മെ പറിച്ചെറിയുന്ന ആ സൗകര്യങ്ങൾ. പക്ഷെ ഇവിടെ കേട്ടോണം, ഈ മരുഭൂമിയിൽ നിന്റെ സഞ്ചാരം അവൻ അറിയുന്നു. ഈ സഞ്ചാരത്തിൽ പിഴവില്ലെങ്കിൽ, ഈ സഞ്ചാരം അവനോട് ചേർന്നാണെങ്കിൽ, ഈ സഞ്ചാരം അവന്റെ കരം പിടിച്ചുകൊണ്ടാണെങ്കിൽ, ഈ സഞ്ചാരം സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരിക്കൊണ്ടാണെങ്കിൽ, ഈ മരുഭൂമിയിലെ മഹാമരുഭൂമിയിൽ നിന്റെ കാര്യങ്ങളെ അവൻ സാധ്യമാക്കും. നിന്റെ കൈകളുടെ പ്രവൃത്തി അവൻ സാധ്യമാക്കി തരും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മീയ ജീവിതത്തിന്റെ പിഴവുകളിൽ നിന്ന് മടങ്ങി വരുവാൻ മനസ്സാകുമെങ്കിൽ, ആത്മീയ ജീവിതത്തിന്റെ ഇടത്താവളങ്ങളെ ഉപേക്ഷിക്കാൻ മനസ്സാകുമെങ്കിൽ, ജീവിതത്തിന്റെ കർമ്മവീഥികളിൽ വന്നുകൂടുന്ന അനാത്മിക പ്രവണതകളെ ഉപേക്ഷിക്കാൻ തയ്യാറായ ദാമ്പത്യ ജീവിതത്തിനകത്ത് വന്നുകൂടിയിട്ടുള്ള പ്രതിസന്ധികളെയും പിഴവുകളെയും, വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിനകത്ത് വന്നിട്ടുള്ള അനാത്മിക പ്രവണതകളെയും, വിശ്വാസ ജീവിതം നടത്തിക്കൊണ്ടു പോകുന്നതിനിടയിൽ ജനീകമായി വിശ്രമിക്കുവാനുള്ള ഇടത്താവളങ്ങളെയും നീ ഉപേക്ഷിക്കാൻ തയ്യാറാകുമെങ്കിൽ എന്റെ കൈകളുടെ പ്രവൃത്തി അവൻ സാധ്യമാക്കി തരും. ഹല്ലേലൂയ. ഭയപ്പെട്ടോണം ഈ വാക്യത്തിന് മുമ്പിൽ. ഞാൻ വിറച്ചുപോയി ആ വാക്യത്തിന് മുമ്പിൽ. ഈ മഹാമരുഭൂമിയിൽ
ശുശ്രൂഷയിൽ ഞങ്ങൾക്കൊരു യാത്രയുണ്ട്. ശുശ്രൂഷക വൃന്ദങ്ങൾക്ക് ഈ മഹാമരുഭൂമിയിൽ നമ്മെ ഏൽപ്പിച്ച ദൗത്യമായി നമുക്കൊരു യാത്രയുണ്ട്. പക്ഷേ ആ യാത്രയിൽ ഒരു നിഗൂഢതകളും ഉണ്ടാകരുത്. അവന്റെ കരം മുറുകെ പിടിച്ചുകൊണ്ടാകണം ഈ യാത്ര. ഞാൻ ഇന്ന് രാവിലെ കുഞ്ഞുങ്ങൾക്ക് ഈ വാക്യം മറക്കാതിരിക്കാൻ വേണ്ടി ഒരു സീക്രട്ട് പറഞ്ഞു കൊടുത്തു. മക്കൾ ഓർക്കുന്നുണ്ടോ? എന്തുവാ? D27 ഈ മഹാമരുഭൂമിയിൽ മറക്കരുത് സമവാക്യം. D27 എന്ന് പറഞ്ഞാൽ Deuteronomy 2:7. D27 മറക്കരുത്. ഈ മരുഭൂമി യാത്രയിൽ, ഈ പ്രവാസ ജീവിതത്തിൽ നിന്റെ സഞ്ചാരം ആരറിയുന്നുണ്ട്? യഹോവ അറിയുന്നുണ്ട്. ഒരു വാഗ്ദത്തവും ഒരു മുന്നറിയിപ്പും ശക്തമായി സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരു വേദഭാഗം. എന്തിന്? വരാനുള്ളവൻ വരുമ്പോൾ കയറി പോകാം. എന്തിന്? വിശ്വാസ സംഹിത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. എന്താ ഒരു വാഗ്ദത്തം? നിന്റെ കൈകളുടെ പ്രവൃത്തി ഞാൻ സാധ്യമാക്കി തരാം. അതാ വാഗ്ദത്തം. രണ്ടാമത്തെ നിന്റെ സഞ്ചാരം ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്, നിന്റെ പോക്കും വരവ് ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്, ഗമനാഗമനങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. നിന്റെ പാതയ്ക്ക് പ്രകാശം ഞാനാണെന്ന് നീ പറയുകയും നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് പോവുകയും ചെയ്താൽ കൈകളുടെ പ്രവൃത്തി സാധ്യമാകത്തില്ല. എന്റെ നിയോഗമില്ലാതെ, എന്റെ ആലോചനയില്ലാതെ, എന്റെ അരുളപ്പാടില്ലാതെ, ആരോ പറഞ്ഞനുസരിച്ച് നീ ഏതാണ്ട് ചെയ്തിട്ട് അബദ്ധങ്ങളിൽപ്പെട്ടാൽ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷെ നിന്റെ സഞ്ചാരം എന്നോട് കൂടെയാണെങ്കിൽ, എന്നിൽ ചാരിക്കൊണ്ടാണെങ്കിൽ നിന്റെ കരങ്ങളുടെ പ്രവൃത്തിയെ ഞാൻ സാധ്യമാക്കി തരും. ബോധ്യമായ കർത്താവിനെ ആരാധിക്കുക, ബോധ്യമായ കർത്താവിനെ സ്തുതിക്കുക. വരാനുള്ളവർ വരും, താമസിക്കുകയില്ല. അവൻ വരിക തന്നെ ചെയ്യും. യേശുവിന്റെ വരവ് അതിശീഘ്രമായി നടക്കുക തന്നെ ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? അവന്റെ പുനരാഗമനത്തിന്റെ നാൾ ഏറ്റവും അടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ കർത്താവിനെ സ്തുതിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി കേട്ട വചനത്തിനുണ്ടാകും ഹൃദയങ്ങളെ സമർപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അല്പസമയം ഒരുമിച്ച് ആരാധിക്കുക. നിന്റെ വഴികളെ അറിയുന്നത്, നിന്റെ യാത്രകളെ അറിയുന്നത്, ഈ മരുഭൂമിയിൽ നിന്റെ അവസ്ഥകളെ അറിയുന്നത്, നിന്റെ നിലവുകളെ അറിയുന്നത്, നിന്റെ പുറപ്പാടുകളെ അറിയുന്നത്, നിന്റെ നിയോഗങ്ങളെ അറിയുന്നത് ഇന്ന് രാത്രി ഉള്ളത്തോടെ ഇടപെടുകയാണ്. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കാം. വിശ്വാസത്തിന്റെ വീതിയിൽ പടരാതിരിക്കാൻ, വിശ്വാസത്തിന്റെ വഴിത്താരയിൽ ഉന്നതാതിരിക്കാൻ, വിശ്വാസത്തിന്റെ വഴിത്താര അജ്ഞാതീനപ്പെട്ടു പോകാതിരിക്കാൻ, ആത്മീയതയ്ക്ക് ചേർച്ചയല്ലാത്തവരുടെ പാടെ പറിച്ചു കളയാൻ ശക്തിയോട് ആരാധിച്ച്, ശക്തിയോട് മകത്തപ്പെടുത്തണേ, ശക്തിയോടെ കർത്താവിനെ മകത്തപ്പെടുത്തണേ. ആത്മബലത്തോട് കുഞ്ഞുങ്ങളെല്ലാവരും അഭിഷേകത്തിന്റെ ശക്തിയോട്, അഭിഷേകത്തിന്റെ ബലത്തോട്, അന്യഭാഷാ ഭാഷണത്തോടെ, കൃപാവരങ്ങളോടെ, ആത്മനയത്തോടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവൽ സഹവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും നമ്മുടെ കർത്താവിന് മടങ്ങി വരുവരുണ്ടായിരിക്കുമാറാകട്ടെ. കാര്യങ്ങൾ സ്തോത്രം ചെയ്യാം.